ാണ് വർണ്ണിച്ച് വരുന്നത്. നാലാമത്തെ മന്വന്തരത്തിൽ ഭഗവാൻ ഹരിണിയുടെയും ഹരിമേധസിൻ്റെയും പുത്രനായി ഹരിയായിട്ട് അവതരിച്ച് ഗജേന്ദ്രന് മോക്ഷത്തിനെ പ്രദാനം ചെയ്ത ചരിത്രം നമുക്കിതാ കേൾക്കാനായിട്ട് സാധിച്ചു. പിന്നീടാണ് അഞ്ചാമത്തെ മന്വന്തരത്തിൽ ഭഗവാൻ വികുണ്ഠയുടെയും ശുഭ്രൻ്റെയും പുത്രനായി വൈകുണ്ഠനായിട്ട് അവതരിച്ചു. ആ സമയത്ത് മഹാലക്ഷ്മിയെ ഭഗവാൻ വിവാഹം കഴിച്ചു. മഹാലക്ഷ്മിയുടെ നിർദ്ദേശപ്രകാരം ഭഗവാൻ വൈകുണ്ഠം എന്ന പേരായിട്ട് ഒരു ലോകത്തിനെ സൃഷ്ടിച്ചതാ കൊടുത്തു. പിന്നീടാണ് ആറാമത്തെ മന്വന്തരത്തിൽ അജിതനായിട്ട് അവതരിച്ച് ഭഗവാൻ പാലാഴിയെ കടഞ്ഞ് പാലാഴിയിൽ നിന്ന് കിട്ടിയതായിരിക്കുന്ന അമൃത് ദേവന്മാർക്ക് ഇതാ ഭഗവാൻ പ്രദാനം ചെയ്തു. അങ്ങനെ അമൃത് കിട്ടിയതായ ദേവന്മാരും വാരുണി ദേവിയുടെ അടുത്തുനിന്ന് മദ്യം കിട്ടിയതായ അസുരന്മാരും തമ്മിൽ അതിഗംഭീരമായിരിക്കുന്ന യുദ്ധം. ആ യുദ്ധത്തിൽ അസുര രാജാവായ ബലി മരിച്ചു വീണു. ബലിയുടെ അടുത്ത് സഞ്ജീവനി വിദ്യ ശുക്രാചാര്യർ പ്രയോഗിച്ചു. സഞ്ജീവനി എന്ന് പറഞ്ഞാൽ തന്നെ ജീവൻ കൊടുക്കുന്നതായ മന്ത്രം. നമ്മളൊക്കെ സാധാരണ എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ ആ അസുഖം മാറാൻ വേണ്ടി പല ആളുകളും മൃത്യുഞ്ജയ ഹോമമൊക്കെ കഴിക്കും. അതാണ് സഞ്ജീവനി. ഇവിടെ സഞ്ജീവനി മന്ത്രം ഇങ്ങനെ ജപിച്ചതോട് കൂടിയിട്ട് മരിച്ചു കിടക്കുന്നതായ ആ ബലി എഴുന്നേറ്റ് വന്നു. തനിക്ക് ജീവൻ തന്നതായ ആ ആചാര്യന് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് ബലി ഇതാ വിചാരിച്ചു. അങ്ങനെ ബലി അനവധി യാഗം ചെയ്യാനായിട്ട് ഇതാ പുറപ്പെട്ടു. ആ യാഗത്തിലേക്കാണ് ഇനി സാക്ഷാൽ ഭഗവാൻ വാമന സ്വരൂപം സ്വീകരിച്ച് എഴുന്നള്ളി വരുന്നതായ ഭാഗം വർണ്ണിക്കുന്നത്. ഇവിടെ പാലാഴി മഥന സമയത്ത് സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്നതായ ആ കാളകൂട വിഷം കഴിഞ്ഞപ്പോൾ പാർവതീദേവി പറഞ്ഞു, ഭഗവാനെ ഇനിയും ഈ പാലാഴിയിൽ നിന്ന് ഇങ്ങനത്തെ ഓരോ വേണ്ടാത്ത സാധനമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. അതൊക്കെ പാടെ കണ്ടാൽ ആൾക്കാർ പറയും, മഹാദേവൻ ഇതൊക്കെ കഴിച്ചിട്ട് നല്ല ശീലമാട്ടോ, അദ്ദേഹത്തിനോട് പറഞ്ഞാൽ മതിയെന്ന് ചിലപ്പോൾ പറയും. അപ്പോൾ അതൊക്കെ കഴിക്കാൻ എൻ്റെ ഭർത്താവേ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പാർവതീദേവി എന്ത് ചെയ്തു? മഹാദേവനെയും കുട്ടി നേരെ കൈലാസ പർവ്വതത്തിലേക്ക് ഇതാ യാത്രയായി. അതുകൊണ്ടിപ്പോൾ മഹാദേവൻ എന്തേ നഷ്ടമായത്? സാക്ഷാൽ ഭഗവാന്റെ ആ മോഹിനി സ്വരൂപത്തിനെ കാണാനായിട്ട് ഇതാ സാധിച്ചില്ല. നാരദ മഹർഷി ഇടയ്ക്കിടയ്ക്ക് കൈലാസ പർവ്വതത്തിൽ വന്ന മഹാദേവനോട് പറയും, മഹാദേവ എന്നാലും അങ്ങക്ക് ആ ഭഗവാന്റെ മോഹിനി സ്വരൂപത്തിനെ കാണാൻ സാധിച്ചില്ലല്ലോ. ഇങ്ങനെ മഹാദേവന് ഭഗവാന്റെ ആ സ്ത്രീ സ്വരൂപം കാണണം എന്നുള്ള ആഗ്രഹം. അങ്ങനെ മഹാദേവൻ ഒരിക്കൽ കൈലാസപർവ്വതത്തിൽ നിന്ന് വൈകുണ്ഠ ലോകത്തിലേക്ക് ഇറങ്ങാനായിട്ട് പുറപ്പെട്ടപ്പോൾ ഭാര്യ പാർവതീദേവി വന്ന് ചോദിച്ചു, അല്ല ഭഗവാനെ അങ്ങ് എങ്ങോട്ടാ പോണത്? പറയാൻ പറ്റുമോ? പറയാതിരിക്കാൻ പറ്റുമോ? അല്ലേ? മറ്റൊരു സ്ത്രീയുടെ സൗന്ദര്യത്തിനെ പറ്റി തൻ്റെ ഭാര്യനോടൊക്കെ ഏതെങ്കിലും ഭർത്താവ് പറഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ വേറെ ഒന്നും വേണ്ടിവരില്ല. അവസാനം പറഞ്ഞു അത്രേ, ഞാൻ സാക്ഷാൽ ഭഗവാന്റെ ആ മഹാവിഷ്ണു ഒരിക്കൽ സ്ത്രീ സ്വരൂപം സ്വീകരിച്ചിട്ടുണ്ട്, ആ മോഹിനി ഭാവത്തിനൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ പാർവതി പറഞ്ഞു, എന്നാ പിന്നെ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനോടിയും വരാം. അവിടെയൊക്കെ എത്തി എന്തൊക്കെയാണ് ഉണ്ടായതെന്ന് ഞങ്ങൾക്കൂടി മനസ്സിലാവുമല്ലോ. അങ്ങനെ പാർവതി ദേവിയും പുറത്തേക്ക് വന്നത്. പക്ഷേ പാർവതിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല. സുബ്രഹ്മണ്യ സ്വാമി വന്ന് ചോദിച്ചു, അച്ഛനും അമ്മയും എങ്ങോട്ടാ പോണത് വെച്ചാൽ എന്നെ കൂട്ടാതെ പോകരുത്. അങ്ങനെ സുബ്രഹ്മണ്യനും പുറത്തേക്ക് ഇറങ്ങി. 3 പേരുകൂടി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പാർവതിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. തിരിഞ്ഞു നോക്കിയപ്പോഴേ പാർവതി ദേവിയുടെ ആ സാരിയുടെ തുമ്പ് ഇപ്പോൾ ഗണപതി ഭഗവാൻ തുമ്പിക്കൈകൊണ്ട് പിടിച്ചിങ്ങോട്ട് തന്നെ വരയ്ക്കുന്നുണ്ട്. അമ്മയും അച്ഛനും എങ്ങോട്ടാ പോണെന്ന് വെച്ചാൽ ഞാനൂടി ഉണ്ട് കേട്ടോ പറഞ്ഞു. എന്തിനു പറയണോ? സർവഭൂതഗണൈർവൃത. ഇപ്പോൾ കൈലാസ പർവ്വതത്തിൽ ആരുമില്ല. മഹാദേവൻ കൈലാസമൊക്കെ പൂട്ടി താക്കോല് ആരാ പിടിക്കണത് ചോദിച്ചു. ഒരൊറ്റയാളും ഇല്ല താക്കോല് പിടിക്കാൻ, ഞാൻ തന്നെ എടുത്തോളാം പറഞ്ഞു. ഇങ്ങനെ കൈലാസ പർവ്വതത്തിലുള്ള ആളുകളെല്ലാവരും കൂടി ഒരുമിച്ചതാ പുറത്തേക്കിറങ്ങി നേരെ വൈകുണ്ഠ ലോകത്ത് എത്തിച്ചേർന്നു. മഹാവിഷ്ണു മഹാദേവനോട് ചോദിച്ചു, അല്ല മഹാദേവ അങ്ങ് എന്താ ഇപ്പോൾ ഒരു മുന്നേ കൂട്ടി ഒന്ന് പറയും കൂടിയും ചെയ്യാതെ എന്താ അങ്ങോട്ട് പറയാൻ പറ്റൂ? പറയാതിരിക്കാൻ പറ്റൂ? അവസാനം പറഞ്ഞു, ആ അങ്ങയുടെ ആ മോഹിനി ഭാവത്തിനെ ഒന്ന് കാണണം, ആ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതാണ് പറഞ്ഞു. കാമിനാം ബഹുമന്തവ്യം സങ്കല്പ പ്രഭവോദയം. ഭഗവാനെ ഈ കാമികളായിരിക്കുന്ന ആളുകൾ, ഏതെങ്കിലും തരത്തിലുള്ള വികാര വിചാരങ്ങളുള്ളവർക്ക്
എൻ്റെ ഈ സൗന്ദര്യം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിനെ അടക്കാൻ പറ്റും തോന്നണില്ല കേട്ടോ. ഞാൻ അങ്ങയെ പറ്റി പറഞ്ഞതല്ല, അങ്ങ് എങ്ങനെയല്ലേ ആളാണ്, അങ്ങ് കാമാരിയാണ്. കാമദേവനെ തൻ്റെ മൂന്നാമത്തെ തൃക്കണ്ണ് കൊണ്ട് ചുട്ട് പൊട്ടിച്ച ആളാണ് അങ്ങ്. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പറഞ്ഞ മഹാവിഷ്ണു അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയപ്പോൾ മഹാദേവൻ വിചാരിച്ചു വൈകുന്നേരമല്ലേ, 4:30 മണിയല്ലേ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഉള്ളിലേക്ക് പോയതാന്നാണ് വിചാരിച്ചത്. മഹാദേവൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തത്തോദർശോപവനേ വരസ്ത്രീയം, നേരെ മുന്നിൽ ഒരു ഒന്നാന്തരം ഉദ്യാനം കാണാനായിട്ട് സാധിച്ചു. ആ ഉദ്യാനത്തിലേക്ക് നോക്കിയ സമയത്തോ എത്ര പൂക്കളാണ് അവിടെ ഇങ്ങനെ വിരിഞ്ഞതായിരിക്കണത്. ആ പൂക്കളിൽ നിന്നുള്ള സുഗന്ധം. അപ്പോഴേക്കും കാലാവസ്ഥയൊക്കെ മാറുന്നുണ്ട്. കുറേശ്ശെ മഞ്ഞ് വരുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ടോ, ചെറുതായിട്ട് കാറ്റടിക്കുന്നുണ്ടോ. മഹാദേവന് ഇപ്പം എന്തൊക്കെയാണ് വേണ്ടത് നിശ്ചയില്ലാത്ര. എന്നാൽ ഈ ഉദ്യാനത്തേക്ക് നോക്കിയപ്പോഴോ ഉദ്യാനത്തിലാണെന്ന് വിളിച്ചാൽ അവിടെ സുന്ദരിയായിരിക്കുന്ന ഒരു പെൺകുട്ടി, വരസ്ത്രീയം. ആ പെൺകുട്ടിയാണെന്ന് വിളിച്ചാൽ പന്തടിച്ച് കളിക്കാതെ. പന്തടിച്ച് കളിക്കുന്ന സുന്ദരിയായിരിക്കുന്ന ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ആ പന്ത് ദൂരത്തേക്ക് അങ്ങോട്ട് പോയപ്പോൾ മഹാദേവന് തോന്നി ഇതൊന്ന് എടുത്തു കൊടുക്കാൻ ഞാൻ അങ്ങോട്ട് സഹായിച്ചാലും. ആ പെൺകുട്ടി തിരിഞ്ഞു നോക്കിയ സമയത്ത് ഇതെന്താ ഇത് ഒരുത്തങ്ങനെ 3 കണ്ണുകൊണ്ട് നോക്കണു. ഇവിടെ ആരും ഇല്ല വിചാരിച്ചിട്ടാണ് ഞാൻ കളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് കേട്ടോ. സാധാരണയ്ക്ക് പുരുഷന്മാർ 2 കണ്ണുകൊണ്ടേ നോക്കുള്ളൂ, ഇതെന്താ 3 കണ്ണുകൊണ്ട് ഒരുത്തൻ. ഇങ്ങനെ തിരിഞ്ഞു നോക്കിയ സമയത്ത് മഹാദേവനെ കണ്ടു. അവിടെ നിന്ന് ആ ഭഗവതി മോഹിനി ദേവി മുന്നോട്ടതാ ഓടുന്നു. മോഹിനി ദേവിയുടെ സൗന്ദര്യം കണ്ട പിന്നാലെ ഓടി വരുന്നതായ സാക്ഷാൽ മഹാദേവൻ ഗൃഹീത്വാ അനിച്ഛതീം സ്ത്രീയം. ആ ദേവിയോട് കൂടിയിട്ട് ഒരുമിച്ച് നിൽക്കാനായിട്ട് ഇതാ പുറപ്പെട്ടു. അപ്പം മഹാദേവൻ ആലോചിച്ചു, ഇത്രേ അല്ല ഞാൻ ഇപ്പം എന്തിനാ അങ്ങോട്ട് ഇതാ വന്നത് എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് അങ്ങനെ ഇരിക്കുന്ന ആ മഹാദേവൻ്റെ അടുത്തേക്ക് മഹാവിഷ്ണു എത്തിച്ചേർന്നു. എന്താ മഹാദേവ അങ്ങ് ഇങ്ങനെ കല്ലിൻ്റെ മോള് തലയ്ക്ക് കയ്യും കൊടുത്ത് അങ്ങനെ ഇരിക്കണ ചോദിച്ചു. ഒന്നും പറയണ്ട കേട്ടോ ഭഗവാനെ, ഞാൻ അങ്ങയെ കാണണമെന്ന് വിചാരിച്ച് ഇവിടെ അതാ വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു. ഏതോ ഒരു പെൺകുട്ടിയെ കണ്ട ആ പെൺകുട്ടിയുടെ പിന്നാലെ ഓടിപ്പോയി. എന്തൊക്കെയാണ് ഉണ്ടായത് എനിക്കറിയില്ല കേട്ടോ പറഞ്ഞു അത്രേ. അങ്ങ് ഈ വൈകുണ്ഠത്തിൽ വേറെ ആരും കണ്ടുണ്ടാവില്ല, ഞാനല്ല, ലോകത്ത് വേറെ ഒരാളും ഇല്ല. ഇനി അങ്ങക്ക് സംശയം ഉണ്ട് വെച്ചാൽ ശരീരത്തേക്ക് ഒന്ന് നോക്കിക്കോളാൻ വേണം. അപ്പോഴാണ് മഹാദേവൻ്റെ ശരീരത്തിൽ, മഹാവിഷ്ണുവിൻ്റെ കഴുത്തിലുള്ള വനമാല മഹാദേവൻ്റെ ശരീരത്തിലാണ്. മഹാദേവൻ്റെ കഴുത്തിലുള്ള സർപ്പങ്ങളൊക്കെ കിടക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ കഴുത്തിലാണ്. ഇങ്ങനെ മഹാവിഷ്ണുവിൻ്റെ ശരീരത്തിൽ നിറച്ച ഭസ്മം മഹാദേവൻ്റെ ശരീരത്തിലാണിച്ചാൽ കളഭം പീതാംബരപ്പെട്ട് ഇങ്ങനെ ശങ്കരനാരായണ സ്വരൂപത്തിൽ അങ്ങനെ നിൽക്കുന്ന ആ ഭഗവാനെ ആർക്കാണോ ധ്യാനിക്കാനായിട്ട് സാധിക്കുന്നത്? അസത് അഭിഷയമംഘ്രിം ഭാവഗമ്യം പ്രപന്നാൻ അമൃതമരവര്യാനാശയൽ സിന്ധുമദ്യം കപടയുവതിവേഷോ മോഹയൻ യസ്സുരാരിം തമഹമുപസൃതാനാം കാമപൂരം നതോസ്മി. നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നതായ ചിത്തവികാര വിചാരങ്ങൾ മുഴുവനും ഇല്ലാതായിട്ട് ഇതാ തീരുന്നു. ഇടയ്ക്ക് മഹാദേവൻ കൈലാസപർവ്വതത്തിൽ തലയ്ക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ പാർവതി ചോദിക്കും, അത്ര എന്താ ഭഗവാനെ അങ്ങ് ഇങ്ങനെ ആലോചിക്കണത്? എന്നാലും പാർവതി സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ മഹാവിഷ്ണുവിനെ അല്ലാട്ടോ കണ്ടത്, ഏതോ ഒരു പെൺകുട്ടീനെ തന്നെയാണ് കണ്ടത് എന്ന്. മഹാദേവന് പോലും ഇപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ആ മായയിൽ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇതാ സാധിക്കുന്നില്ല. അനവധി യാഗങ്ങൾ അങ്ങനെ ബലി നടത്തിയതോട് കൂടിയിട്ട് ഐശ്വര്യം ഇങ്ങനെ കൂടിക്കൂടി ഇതാവുന്നു. മഹാത്മാ അർത്ഥനിവേദനേന കിട്ടിയതായിരിക്കുന്ന ആ ഐശ്വര്യമൊക്കെ മഹാബലി ഇതാ ഇപ്പോൾ തൻ്റെ ഗുരുനാഥൻ്റെ പാദങ്ങളിൽ കൊണ്ടുപോയിട്ടതാ സമർപ്പിച്ചു. തനിക്ക് കിട്ടിയ ഐശ്വര്യമൊക്കെ ആരാണോ ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നത് അവരെയാണ് മഹാത്മാക്കൾ എന്ന് വർണ്ണിക്കണത്. എല്ലാവരെയും നമ്മൾ മഹാ എന്നുള്ള വിശേഷണം കൊണ്ട് പറയുക പതിവില്ല. അത് ചില ആൾക്കാരേ ഉള്ളൂ അല്ലേ. അത്രയധികം കഠിനാധ്വാനം ചെയ്തതായ ആളുകളെ മഹാ എന്നുള്ള 2 അക്ഷരങ്ങളെ കൊണ്ട് നമ്മളിത് വിശേഷിപ്പിക്കുള്ളൂ. മഹാത്മാ അർത്ഥനിവേദനേന. എന്ത് കിട്ടിക്കഴിഞ്ഞാലും അതൊക്കെ ഭഗവാന്റെ പാദങ്ങളിൽ അങ്ങനെ കൊണ്ടുപോയി സമർപ്പിച്ചപ്പോൾ ഭഗവാൻ എന്നെ തോന്നിയത്ര ഇവനെ സാധാരണ ബലിയല്ല കേട്ടോ, ഇവനെ മഹാബലിയാക്കി മാറ്റണമെന്ന് ഭഗവാൻ തന്നെ അതാ തീരുമാനിച്ചു. അങ്ങനെ 100ാമത്തെ യാഗം നടത്താനായിട്ട് പുറപ്പെട്ടപ്പോൾ ദേവന്മാരുടെ കയ്യിലുള്ള ഐശ്വര്യമൊക്കെ അതാ ഇല്ലാതായി. ഐശ്വര്യവാനായിരിക്കുന്ന ബലി വന്ന എല്ലാ ഐശ്വര്യവും അവരുടേതാക്കി മാറ്റിയത്രേ.
ദേവമാതാവായിരിക്കുന്ന അതിഥി ദേവി ആശ്രമത്തിലെ കണ്ണിൽ വെള്ളം ഒലിപ്പിച്ചിരിക്കുന്ന സമയത്ത് ഭർത്താവ് ശിവപ്രജാപതി വന്നതാ ചോദിച്ചു, എന്താ അതിഥി, നീ എന്താ അങ്ങനെ കരയണത്? കുട്ടികളുടെ കയ്യിൽ പൈസ ഇല്ലയെന്ന് പറഞ്ഞാൽ ഏത് അമ്മയ്ക്കാ വിഷമം ഉണ്ടാവാതിരിക്കുക. നീ ഒരു കാര്യം ചെയ്തോ, 12 ദിവസം ഒരു വ്രതം, പയോവ്രതം അനുഷ്ഠിച്ചോളാനായിട്ട് പറഞ്ഞു. അങ്ങനെ പയോവ്രതം അനുഷ്ഠിച്ചതായ അതിഥി കശ്യപന്മാരുടെ മുന്നിൽ സാക്ഷാൽ ഭഗവാനത സ്വപ്നത്തിൽ വന്നു. ആദ്യം അതിഗംഭീരമായിട്ട് ദാ സ്തുതിച്ചു. ഇങ്ങനെ തിരുവോണം നാളിൽ സാക്ഷാൽ ഭഗവാൻ അഭിജിത്ത് എന്നുള്ളതായിരിക്കുന്ന മുഹൂർത്തത്തിൽ വാമന സ്വരൂപം സ്വീകരിച്ച് ഇറങ്ങിയതാ വന്നു. വാമനൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം അല്ലേ? ഭഗവാന്റെ സൗന്ദര്യത്തിനാണ് വാമനൻ എന്നതാ പറയുക. അത്രയധികം സൗന്ദര്യത്തോട് കൂടിയിട്ടാണ് വാമനമൂർത്തി ഉപനയനാദി കാര്യങ്ങളൊക്കെ അതാ നടത്തി. നേരെ ആ 100ാമത്തെ യാഗത്തിലേക്ക് ഭൃഗുകച്ഛത്തിലേക്ക് ഇതാ യാത്രയായി. ആ മഹാബലി ഭഗവാൻ എങ്ങനെ അതാ കണ്ടു, വാമനമൂർത്തിയെ കണ്ടു. ആരാ വരുന്നത് മനസ്സിലായില്ല. അത്ര സൂര്യക്കിലായാത്യുതവാ വിഭാവസു. പലരും പറഞ്ഞു സൂര്യനാണോ വരുന്നത്, സംശയമുണ്ട്. പറഞ്ഞു അത്ര സൂര്യനല്ല. സൂര്യനാണെന്ന് വെച്ചാലേ വല്ലാത്ത ചൂടുണ്ടാവില്ലേ? ചൂടൊന്നും ഇല്ലല്ലോ, നല്ല തേജസ് മാത്രമല്ലേ കാണുന്നത്. മറ്റു പലരും പറഞ്ഞു ചന്ദ്രനാണോ വരുന്നത്, സംശയമുണ്ട്. ഈ ചന്ദ്രനാണിച്ചാൽ കളങ്കം ഉണ്ടാവില്ലേ? ഇത് കളങ്കം കാണുന്നില്ലല്ലോ. ആരാ വരുന്നത് എന്നറിയാതെ പലരും ഭഗവാനെ ആ വാമനമൂർത്തിയെ കണ്ട സമയത്ത് എഴുന്നേറ്റതാ വന്നു. എങ്ങനെ ഭഗവാന്റെ പ്രഭയിൽ ഇരിക്കുന്ന ആളുകൾ അറിഞ്ഞില്ലാത്രേ എഴുന്നേറ്റത് അല്ലേ? അങ്ങനെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ചില ആളുകളൊക്കെ നമ്മളെ സദസ്സിലേക്ക് അങ്ങനെ കയറി വരുന്ന സമയത്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് തോന്നി ഇപ്പം ഞാൻ നീറ്റില്ല വെച്ചാൽ അയാൾക്ക് എന്താ തോന്നുന്നത്, അങ്ങനെ നീറ്റ് വന്ദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇത് അങ്ങനെയുള്ള വന്നിട്ടല്ലാത്രേ. ഇവിടെ ഭഗവാന്റെ ആ തേജസ്സിൽ ആർക്കും അവിടെ ഇരിക്കാൻ സാധിക്കാതായി. അങ്ങനെ എല്ലാവരും എഴുന്നേറ്റതാ വന്ദിച്ചു. സ്വാഗതം സ്വാഗതം സ്വാഗതം, ഭഗവാനെ അങ്ങതാ ഇവിടേക്ക് എത്തിച്ചേരും. അങ്ങവിടെ വന്നതോടുകൂടി തന്നെ എൻ്റെ ആ യജ്ഞം പൂർണ്ണമാവ കഴിഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് ആ യജ്ഞം നടത്തുന്നത്? ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? അങ്ങതാ ഇവിടെ എത്തിച്ചേർന്നല്ലേ? അദ്യനപ്പിതരസ്തൃപ്ത അദ്യനപ്പാവിതം കുലം. എൻ്റെ കുലം ശുദ്ധമായിട്ട് തീർന്നു ഭഗവാനെ. എൻ്റെ പിതൃക്കൾക്കൊക്കെ ദാ ഇപ്പോൾ മോക്ഷം കിട്ടി. അങ്ങയുടെ പാദസ്പർശം ഏറ്റതോട് കൂടിയിട്ട് പിതൃക്കൾക്കൊക്കെ ദാ മോക്ഷത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ദാ സാധിച്ചു ഭഗവാനെ. തും വടോ വാഞ്ചതി. അങ്ങയെ കാണുന്ന സമയത്ത് എന്തോ ഒന്ന് വേണം തോന്നുന്നുണ്ടല്ലോ. എന്ത് വേണമെന്നുണ്ടെങ്കിലും ചോദിച്ചോളൂ. ലോകാനാമേകമീശ്വരം. എന്തും തരാൻ ഞാനിതാ തയ്യാറാണ്. ഗാം കാഞ്ചനം തുരകം. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ഒന്ന് മനസ്സിൽ വിചാരിച്ചു അത്ര, ഇതെന്താ ബലേത്, ഈ ലോകം മുഴുവനും എൻ്റേതല്ലേ, പിന്നെന്താ എന്നോട് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറയണത്? അതല്ല, അങ്ങക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ ചോദിച്ചോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബലിയോട് ഭഗവാനിതാ പറഞ്ഞു, അതെ എൻ്റെ പാദത്തിന് 3 അടി മണ്ണ്, അതാണ് എനിക്ക് ആവശ്യം. പറഞ്ഞു അത്ര. എന്താ ഉണ്ണി, ഇതും ബാലോ ബാലിശ്രമിതി, നിന്നെ കണ്ടപ്പോൾ തന്നെ ചെറിയ ഉണ്ണിയാന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ ബുദ്ധി ഇത്ര ചെറുതാന്ന് എനിക്ക് മനസ്സിലായില്ല പറഞ്ഞു. ഇങ്ങനെ രാജാവിൻ്റെ അടുത്തൊക്കെ വന്ന് ചെറിയ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണോ ചെയ്യാം? ഇപ്പോഴത്തെ പോലെയല്ല. ഇനിങ്ങനെ വലുതായി കഴിഞ്ഞിട്ട് എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. ആ സമയത്തേക്കും കൂടി ആലോചിച്ച് ഇപ്പം തന്നെ ചോദിച്ചോളാനായിട്ട് പറഞ്ഞു അത്രേ. ഭഗവാൻ അവിടെ ഇരുന്ന് പറഞ്ഞു, കിട്ടിയതായിരിക്കുന്ന വസ്തുവിൽ സന്തോഷമുള്ള ആളുകളെയാണ് ധനികന്മാർ എന്ന് പറയാം. മാത്രമല്ല ഒരിക്കലും ആഗ്രഹങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് ഇതാ സാധിക്കില്ല. തീയിലേക്ക് നെയ്യ് ഒഴിക്കുന്ന സമയത്ത് തീ ആളിക്കത്തുക എന്നല്ലാതെ പിന്നെയും പിന്നെയും ഓരോരോ ആഗ്രഹങ്ങൾ അങ്ങനെ കയറി വരികയാണ് ഇതാ ചെയ്യുക. അതുകൊണ്ട് എൻ്റെ പാദത്തിന് 3 അടി മണ്ണ് മാത്രമേ എനിക്കിതാ ആവശ്യമുള്ളൂ പറഞ്ഞു. എന്നാൽ ശരി തരാന്നുള്ള രീതിയിൽ ദാനം ചെയ്യാനായിട്ട് പുറപ്പെട്ടപ്പോൾ അസുര ഗുരുനാഥനായിരിക്കുന്ന ശുക്രാചാര്യൻ എത്തിച്ചേർന്ന് പറഞ്ഞു, എന്താ ബലേത്, ഈ ഐശ്വര്യം മുഴുവനും നിനക്കുണ്ടാക്കി തന്നത് ഞാനാണ്. ഞാൻ എത്ര മെനക്കെട്ടിട്ടാണ് ഈ ഐശ്വര്യമൊക്കെ ഉണ്ടാക്കി തന്നത്. ആരെങ്കിലും ഒരാൾ വന്ന് ചോദിച്ചു കഴിയുമ്പോൾ വല്ല മാങ്ങേറ്റം കൊടുക്കുക എന്നല്ലാതെ മാവ് തന്നെ മുറിച്ച് കൊണ്ടുപോയിക്കോളാൻ പറയും. അങ്ങനെ പതിവുണ്ടോ? മാങ്ങേറ്റം കൊടുക്കുക എന്നല്ലാതെ മാവ് തന്നെ എടുത്തോ, അങ്ങനെ പറയാൻ പാടില്ല. ഒന്നിച്ചു കൊടുക്കാനായിട്ട് ഇതാ പാടില്ല. ഇത് ആരാന്നാ വിചാരിച്ചത്? മായാമാണവകോഹരി, സാക്ഷാൽ ഭഗവാൻ വേഷം മാറി ആണ് എൻ്റെ അടുത്തേക്ക് ഇതാ എത്തിച്ചേർന്നത്. ആ ഭഗവാന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ഭഗവാനെ സാധാരണ വിചാരിക്കുന്ന പോലെ ഒരാളല്ല. എന്തെങ്കിലും കുറച്ചങ്ങോട്ട് കൊടുക്കുമ്പോൾ തന്നെ തന്നെ സ്വീകരിക്കുന്നതായ കാരുണ്യമൂർത്തിയാണിത് സാക്ഷാൽ ഭഗവാൻ.
അതുകൊണ്ട് ഇതൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ഇതാ ശ്രദ്ധിക്കണം. മാത്രമല്ല തൻ്റെ കയ്യിലുള്ളതായിരിക്കുന്ന ആ ഐശ്വര്യം മുഴുവനും കൊടുക്കാൻ പാടില്ല. പഞ്ചധാ വിഭജൻ വിത്തം ഇഹ അമുത്രചമോദതേ. കിട്ടിയതായിരിക്കുന്ന ആ പണത്തിൻ്റെ 1/5 മാത്രമേ ദാനത്തിന് വേണ്ടി മാറ്റിവെക്കാനായിട്ട് ഇതാ പാടുള്ളൂ. ധർമായ യശസേ അർത്ഥായ കാമായ സ്വജനായ ച പഞ്ചധാ വിഭജൻ വിത്തം ഇഹ അമുത്രചമോദതേ. ധർമ്മത്തിന് വേണ്ടിയിട്ട് 1/5 മാറ്റിവെക്കണം. തൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ട്. നാളത്തേക്കൊക്കെ പൈസ വേണമെന്ന് വെച്ചാൽ എന്ത് വേണം? കുറച്ച് പൈസ എടുത്തേക്ക് തന്നെ വേണം. ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് പേരക്കുട്ടികളൊക്കെ വരുന്ന സമയത്ത് അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി കുറച്ച് പൈസ മാറ്റി വെക്കേണ്ടതാ വേണം. പഞ്ചധാ വിഭജൻ വിത്തം. ഇങ്ങനെ ഒന്നിച്ചു കൊടുക്കാനായിട്ട് ഇതാ പാടില്ല. അപ്പോൾ ബലി പറഞ്ഞു, അതേ ശുക്രാചാര്യ, ഇതൊക്കെ അസുരനീതിയാണ്. ഞാൻ ഒരു സാധനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ അത് ഇതാ കൊടുത്തിരിക്കും. സത്യാന്ന ചലിതോ മഹാൻ. സത്യത്തിൽ നിന്ന് മാറാത്തതായിരിക്കുന്ന ആളുകളെയാണ് മഹാൻ എന്നെന്താ പറയുക. താൻ പറഞ്ഞതായിരിക്കുന്ന വാക്കിൽ ഉറച്ചു നിൽക്കാൻ ആർക്കാണോ സാധിക്കുന്നത് അവരെയാണ് മഹാത്മാക്കൾ എന്നതാ പറയുക. ഭഗവാനും അതായത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അത്ര ഇനിയിപ്പോൾ ശുക്രാചാര്യ അടുത്തേക്കറ്റം പോകും. ശുക്രാചാര്യ സത്യം പറഞ്ഞാൽ തൻ്റെ ആ ശിഷ്യനെ ഒന്ന് പരീക്ഷിക്കുകയായിരുന്നു. അത്ര അവൻ ഞാൻ പറയുന്നത് കേട്ടിട്ട് മാറുമോ? ഇപ്പോൾ ശുക്രാചാര്യർക്ക് ഉദാ സന്തോഷമായി. അതുതന്നെയാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ അങ്ങനെ ശുക്രാചാര്യർ നിൽക്കുമ്പോൾ ഇവിടെ ഉദകപൂർവ്വം ദാനം ചെയ്യാനായിട്ട് പുറപ്പെട്ടപ്പോഴേക്കും സാക്ഷാൽ ഭഗവാൻ അവിടെ നിന്നിതാ തൻ്റെ ആ ശരീരത്തിനെ, തൻ്റെ ആ കാരുണ്യത്തിനെ ഭഗവാൻ ഇതാ കാണിച്ചു കൊടുക്കണു. ശരീരം ഇങ്ങനെ വലുതായി. ഒരടി കൊണ്ട ഈ ലോകവും അടുത്തടി കൊണ്ട മറ്റൊരു ലോകവും. 3-ാമത്തെ അടിക്ക് സ്ഥലം കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് ബലിദാ പറഞ്ഞു, ഭഗവാനെ ഞാൻ 3 അടി സ്ഥലം തരാ പറഞ്ഞെന്ന് വെച്ചാൽ അത് അങ്ങക്ക് തന്നിരിക്കും. ഭഗവാൻ എന്നെ അത്ഭുതമായിത്രേ. ഈ ലോകത്തുള്ള ഒരുവിധ സ്ഥലം മുഴുവനും ഞാൻ അളന്നെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇനി ഇവന് ഞാൻ കാണാത്ത ഏതെങ്കിലും സ്ഥലം ഉണ്ടോ ഭഗവാൻ? ഒരുവിധം മുഴുവനും ഞാനത് അളന്നെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ ഇരുന്ന് ആ ബലി ഭഗവാനോടതാ പ്രാർത്ഥിക്കണം. താൻ ഇന്നു രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞാൽ ജപിക്കുന്നതായ ഒരു ശ്ലോകമുണ്ട്. തൻ്റെ കാരണവന്മാർ പറഞ്ഞു തന്നത്. അതങ്ങനെ ജപിച്ച് ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണതാ നമസ്കരിച്ചു. ശ്രവണം, കീർത്തനം, വിഷ്ണോ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. തന്നെ ഭഗവാനിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് എന്തെങ്കിലും തെറ്റുണ്ടോ ആലോചിച്ച് നോക്കൂലേ? നമ്മളങ്ങനെ നമ്മളെ തന്നെ ഭഗവാനിലേക്ക് സമർപ്പിച്ചാൽ പിന്നെ നമ്മളെങ്ങനെയാ തെറ്റുകാരനാവുക? അത് ഭഗവാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ലാത്രേ. തൻ്റെ പാദങ്ങളിലേക്ക് ബലി അങ്ങനെ വീണ് നമസ്കരിക്കണത് കണ്ടപ്പോൾ ഭഗവാന് സന്തോഷമായി. നീ പ്രഹ്ലാദൻ്റെ കുലത്തിൽ ജനിച്ച ആൾ തന്നെയാട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പ്രഹ്ലാദൻ്റെ കുലത്തിൽ ജനിക്കാൻ സാധിച്ചത് കൊണ്ടാണ് ഇപ്പോൾ എല്ലാതും എന്നിലേക്ക് ഇതാ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് എന്നുള്ള രീതിയിൽ ത്രിവിക്രമനായി ലോകം മുഴുവനും അളന്നെടുത്ത ആ സാക്ഷാൽ ഭഗവാൻ ഇപ്പോൾ സുതലം സ്വർഗീയഭിപ്രാർത്ഥ്യം, സ്വർഗീയ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്ന ദേവന്മാർ പോലും പ്രാർത്ഥിക്കുന്നതായ സുതല ലോകത്തിലേക്ക് ഞാനിതാ നിന്നെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് പറഞ്ഞാൽ ഇന്നും രക്ഷിഷ്യേ സർവദോഹം ത്വാം സാനുഗം സപരിച്ഛത്. ആ സുതല ലോകത്തിലെ ബലിയെ ഭഗവാൻ വാമനമൂർത്തിത ഇന്നും രക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. പലരും പോയി നോക്കിയത്രേ അവിടെ വാമനമൂർത്തി ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഒരിക്കൽ രാവണൻ പോയി നോക്കിയത്രേ. വാമനമൂർത്തി ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് തൻ്റെ കാരണവരെന്നെ കാണാൻ വേണ്ടിയിട്ട്. അസുരന്മാരല്ലേ, ബലിയല്ലേ അവിടെ ഇരിക്കുന്നത്. ആ സുതല ലോകത്ത് ബലിയെ കാണാൻ വേണ്ടി ഉള്ളിലേക്ക് അങ്ങോട്ട് കടക്കാൻ പുറപ്പെട്ട സമയത്ത് ചെറിയൊരു ഉണ്ണി അവിടെ ഇരുന്നതാ പറഞ്ഞു, എൻ്റെ അനുവാദം ഇല്ലാതെ ഇവിടുന്ന് ഒരാളും അങ്ങോട്ട് പോവുക പതിവില്ല പറഞ്ഞു. അപ്പോൾ രാവണൻ പറഞ്ഞു, എനിക്ക് മറ്റൊരാളുടെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല. ഞാനങ്ങനെ ആരുടെ അനുവാദം നോക്കിയിട്ടല്ല ഉള്ളിലേക്ക് കടക്കുക. നേരെയായിട്ട് കടക്കാൻ പുറപ്പെട്ടു അത്രേ. വാമനമൂർത്തിക്ക് സംശയമൊന്നും ഉണ്ടായില്ല. അതിൻ്റെ ഇടത്തെ കാലം കൊണ്ടൊരു ചവിട്ട് കൊടുത്തു അത്രേ. ഇവിടുന്ന് പുഷ്പക വിമാനത്തിൽ പോയതായിരിക്കുന്ന രാവണ പിന്നെ തിരിച്ചു പോരാൻ വേണ്ടി വിമാനം വേണ്ടി വന്നില്ല. തല കുത്തനെ ലങ്കയിൽ പോയിട്ട് ഇതാ വീണു അത്രേ. പിന്നെ കുറേ ആൾക്കാരൊക്കെ പോയിട്ട് എങ്ങനെയോ വിമാനം എടുത്തുകൊണ്ടുവന്നു അത്രേ അവിടുന്നല്ലേ. ഇന്നും അതെ ആ ഭഗവാൻ ആ വാമനമൂർത്തി ബലിയെ സംരക്ഷിച്ചു കൊണ്ടതായിരിക്കണം. ആർക്കാണോ വാമനാവതാരം കേൾക്കാനായിട്ട് സാധിക്കുന്നത്
ദൈവേ പിത്രേധ മാനുഷേ, അവരുടെ ആ പിതൃക്കൾക്കൊക്കെ ഭഗവാൻ മോക്ഷത്തിനെ പ്രദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രകരണം പറഞ്ഞ് സമർപ്പിച്ചത്. പിന്നീടാണ് 7ാമത്തെ മന്വന്തരത്തിൽ ഭഗവാൻ മത്സ്യാവതാരം സ്വീകരിച്ച ചരിത്രം വർണ്ണിക്കുന്നത്. സത്യവ്രതൻ എന്നു പേരായിരിക്കുന്ന രാജാവ് അദ്ദേഹം അങ്ങനെ ഭഗവാനെ ഉപാസിച്ച് ഒരിക്കൽ സന്ധ്യാവന്ദനത്തിന് കയ്യിലേക്ക് വെള്ളമെടുത്ത സമയത്ത് അതിൽ സാക്ഷാൽ ഭഗവാൻ തന്നെ മത്സ്യസ്വരൂപിയായിട്ട് ഇതാ അവതരിച്ചു. മത്സ്യസ്വരൂപിയായിരിക്കുന്ന ഭഗവാനെ തൻ്റെ ഗൃഹത്തിലേക്ക് ഇതാ കൂട്ടിക്കൊണ്ടുവന്നു. എന്തൊരു വലിപ്പാ ഭഗവാനെന്നറിയില്ല. അങ്ങനെ പറഞ്ഞു, ഇന്നേക്ക് 7ാമത്തെ ദിവസം വലിയതായിരിക്കുന്ന പ്രളയം വരും, എല്ലാതും നഷ്ടപ്പെടുമ്പോൾ അങ്ങ് പേടിക്കണ്ട, അങ്ങയെ രക്ഷിക്കാൻ ഞാൻ അങ്ങയുടെ മുന്നിലിതാ എത്തിച്ചേരും എന്നുള്ള ഭഗവാന്റെ വാക്ക് കേട്ട ഹിമാലയ പർവ്വതത്തിൻ്റെ മുകളിൽ വലിയതായിരിക്കുന്ന പ്രളയത്തിൽ സാക്ഷാൽ ഭഗവാൻ തന്നെ ഏകശൃംഗധരോ മത്സ്യോ ഹൈമോ നിയുതയോജന 10,000 യോജന വിസ്താരത്തിൽ വലിയതായ മത്സ്യസ്വരൂപം സ്വീകരിച്ച് ഭഗവാൻ എങ്ങനെ വന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ ഭൂമിയെ തോണിയാക്കി സപ്തർഷികളെ അതിലിതാ കയറ്റി സത്യവ്രത മഹാരാജാവ് ആ മത്സ്യരൂപിയായിരിക്കുന്ന ഭഗവാനെ അതിഗംഭീരമായിട്ട് ഇതാ സ്തുതിച്ചു. നയൽ പ്രസാദായുധ ഭാഗലേശം അന്യേ ച ദേവാമുനയോ ജനാസ്വയം കർത്തും സമേതാ പ്രഭവന്തി പുംസത്തമീശ്വരം ത്വാം ശരണം പ്രപദ്യേ. നയൽ പ്രസാദായുധ ഭാഗലേശം, ഈ ലോകത്തുനിന്ന് ഒരാൾക്ക് എവിടെ നിന്നൊക്കെയാണ് അനുഗ്രഹം ഉണ്ടാവുക അല്ലെ? ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ കുട്ടികൾ നല്ല ശ്രദ്ധയോട് കൂടിയിട്ടൊക്കെ കേൾക്കണുണ്ട് വെച്ചാൽ അനുസരിക്കണുണ്ട് വെച്ചാൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ തോന്നും നല്ല കുട്ടിയാട്ടോ, നല്ല കുട്ടി. പഠിക്കണ സമയത്ത് അധ്യാപകർ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധയോട് കൂടിയിട്ട് കേട്ട് എന്തെങ്കിലും ഹോംവർക്കൊക്കെ ഉണ്ട് വെച്ചാൽ ആദ്യമായിട്ട് കൊണ്ടുപോയിട്ട് ഇതാ കൊടുക്കുമ്പോൾ ആ അധ്യാപകർക്ക് അങ്ങനെയുള്ള കുട്ടികളോട് കൂടുതൽ യഥാ സ്നേഹം ഉണ്ടാവും. നല്ല കുട്ടിയാട്ടോ, നല്ല കുട്ടിയാട്ടോ എന്ന് അധ്യാപകരുടെ നാവിൽ നിന്ന് വരുന്ന ആ വാക്ക് വയസ്സായിട്ട് അച്ഛനും അമ്മയൊക്കെ വയസ്സായിട്ടിരിക്കുമ്പോൾ ഏതൊരു കുട്ടികൾക്കാണോ അവരതാ ശുശ്രൂഷിക്കാനായിട്ട് ഇതാ സാധിക്കുന്നത്, അപ്പോൾ ആ അച്ഛനും അമ്മയ്ക്കൊക്കെ തോന്നും വെറുതെ ആയില്ല കേട്ടോ അവരെയൊക്കെ അതാ വളർത്തിക്കൊണ്ടുപോകുന്നതല്ലേ. ഇങ്ങനെ വരുന്ന ആൾക്കാരോടൊക്കെ തൻ്റെ കുട്ടികളുടെ ആ കേമത്വത്തിനെ പറയാനായിട്ട് പുറപ്പെടുമ്പോൾ അതാണ് ആ നാവിലൂടെ വരുന്ന വാക്കുകളാണ് ഒരാൾക്ക് ഐശ്വര്യമായിട്ട് ഇതാ മാറുന്നത്. ഇങ്ങനെ ലോകത്തുനിന്ന് കിട്ടുന്ന എല്ലാവിധ ഐശ്വര്യവും തുലാസിൻ്റെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെച്ചാലും ഭഗവാന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ആ അനുഗ്രഹം അത് ഈ ലോകത്തുനിന്ന് കിട്ടുന്ന അനുഗ്രഹത്തിന് തുലനം ചെയ്യാനായിട്ട് ഇതാ സാധിക്കുന്നില്ല. എങ്ങനെ 10,000-ലൊരംശം പോലും ഈ ലോകത്തുനിന്ന് ആളുകൾക്ക് ഇതാ കിട്ടുന്നില്ല. അതാണ് ഭഗവാനെ പൂജ കഴിക്കണം, ഭഗവാന്റെ തിരുനാമം ജപിക്കണം, ഭഗവാന്റെ അടുത്ത് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ വീണതാ നമസ്കരിക്കണം. എപ്പോഴാ ഈ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുക എന്ന് നമുക്ക് പറയാനായിട്ട് ഇതാ സാധിക്കില്ല. പ്രളയപയസിധാതുസുപ്തശക്തേർമുഖേഭ്യശ്രുതിഗണമപനീതം മൃത്യുപാദത്തഹത്വാദിതിജമകഥയദ്യോ ബ്രഹ്മസത്യവ്രതാന തമഹം അഖിലഹേതും ജിഹ്മമീനം നതോസ്മി. പ്രളയപയസിധാതു, വലിയതായിരിക്കുന്ന പ്രളയം വന്ന സമയത്ത് ഇവിടെ ബ്രഹ്മാവിൻ്റെ അടുത്തുനിന്ന് വേദപുസ്തകത്തിനെ ഹയഗ്രീവൻ കട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ആ ഹയഗ്രീവനെ മത്സ്യമൂർത്തിയായിരിക്കുന്ന ഭഗവാനത വധിച്ച് ആ ഹയഗ്രീവൻ്റെ കയ്യിലുള്ളതായ വേദത്തിനെ എടുത്ത് ബ്രഹ്മാവിൻ്റെ കയ്യിൽ തന്നെ കൊണ്ടുപോയി കൊടുത്തതായ സാക്ഷാൽ മത്സ്യസ്വരൂപിയായിരിക്കുന്ന ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണ് നമസ്കരിച്ചുകൊണ്ടാണ് അഷ്ടമസ്കന്ധം പറഞ്ഞ് സമർപ്പിച്ചത്. പിന്നീട് നവമസ്കന്ധത്തിലെ ഈശാനുകഥ, ഈശ്വരനെ ഉപാസിച്ച അനവധി രാജാക്കന്മാരുടെ ചരിത്രം. സത്യവ്രത മഹാരാജാവ് അടുത്ത മന്വന്തരത്തിലെ മനുവായി ശ്രാദ്ധദേവനായിട്ട് ജനിച്ചു. ആ സമയത്ത് അദ്ദേഹം ഒരു കല്യാണം കഴിച്ചു. അതിൽ 10 ആൺകുട്ടികൾ ഉണ്ടായി. ഇക്ഷ്വാകു, നൃഗൻ, ദിഷ്ടൻ, ദൃഷ്ടൻ, കരൂഷകൻ, പ്രശുദ്ധൻ തുടങ്ങി 10 ആൺകുട്ടികൾ. പിന്നീട് ഒരു വിവാഹം കഴിച്ചു. ശ്രദ്ധ എന്നാണ് പേര്. പക്ഷെ അതിൽ കുട്ടികളുണ്ടായിരുന്നില്ല. കാട്ടിലെത്തിച്ചേർന്നു, യാഗം നടത്തി. ഉണ്ടായത് പെൺകുട്ടിയാണ്. മഹാരാജാവ് പറഞ്ഞു എനിക്ക് ആൺകുട്ടി ഉണ്ടാവണമെന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. വല്ലാണ്ട് നിർബന്ധിച്ച സമയത്ത് പെൺകുട്ടിയെ കൊണ്ടുവന്നു. പെൺകുട്ടിയെ തൊട്ട് എന്തോ മന്ത്രം ജപിച്ചപ്പോൾ പെൺകുട്ടി ആൺകുട്ടിയായിട്ട് മാറി. പെൺകുട്ടിയായിരിക്കുന്ന സമയത്ത് ഇളാന്ന് പേരിട്ടു. ആൺകുട്ടിയായിരിക്കുന്ന സമയത്ത് സുദ്യുമ്നൻ എന്നാണ് പേരിതാട്ടത്. അങ്ങനെ ആൺകുട്ടിയായിരിക്കുന്ന ആ രാജകുമാരൻ സുദ്യുമ്നൻ യുവരാജാവായ സമയത്ത് ഒരു കുതിരയുടെ പുറത്തങ്ങനെ കയറി ഇളാവൃതത്തിൽ എത്തിച്ചേർന്നു. ഇളാവൃതത്തിൻ്റെ പ്രത്യേകത
ഏതെങ്കിലും പുരുഷന്മാർ ഇളാവൃത്തത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർ കൂടി സ്ത്രീ ആയിട്ട് മാറും. ഇപ്പോൾ ഈ സുദ്യുമ്നൻ പിന്നെയും സ്ത്രീ ആയിട്ട് ഇതാ മാറി. മഹാദേവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മഹാദേവ, ഞാൻ പുരുഷനായിട്ട് അങ്ങോട്ട് വന്നത്, ഇനി എങ്ങനെയാണ് അവിടുന്ന് തിരിച്ചു പോവുക? എന്നാ ശരി, നീ ഒരു കാര്യം ചെയ്തോ, മാസം പുമാൻ സഭവിത മാസം സ്ത്രീ നവഗോത്രജ, നീ ഒരു മാസം പുരുഷനായിട്ടിരിക്കുക, അടുത്ത മാസം സ്ത്രീ ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞു. എന്തായാലും കിട്ടിയത് ലാഭം എന്ന് വിചാരിച്ച് ഇയാൾ നേരെ കാട്ടുന്ന തൻ്റെ കൊട്ടാരത്തിൽ ഇതാ എത്തിച്ചേർന്നു. ഇപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇങ്ങനെ സ്ത്രീ അല്ലാതെ പുരുഷനല്ലാതെ ജീവിക്കണ്ട. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അല്ലെ, ഈശ്വരനെ ഉപാസിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് വെച്ചാൽ എന്ത് വേണം? ഏകാഗ്രതയോടുകൂടി ആ ഒരു ചിന്താഗതിയോടുകൂടി തന്നെ നമ്മൾ ജീവിക്കണം. അതല്ലാതെ അതിൻ്റെ പിന്നിൽ നിന്ന് മാറിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് വെച്ചാലോ ഭഗവാന് മാത്രം അവർക്ക് ജീവിതത്തിൽ അതാ കിട്ടില്ല. പിന്നീടാണ് ശര്യാദി മഹാരാജാവിൻ്റെ ചരിത്രം, സുകന്യയുടെ ചരിത്രം. സുകന്യ കാട്ടിലൂടെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് മണ്ണിൻ്റെ പുറ്റ് കണ്ടു, അതിൽ 2 ദ്വാരം കണ്ടു, അതിലേക്ക് ഒരു കമ്പെടുത്തിട്ടു, രക്തം വരുന്നത് കണ്ടു, ആരോടൊന്നും മിണ്ടിയില്ല, കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. ശകരൻ മൂത്രനിരോധവും. എല്ലാവരും വെള്ളം കുടിക്കേണ്ടതെന്നല്ലാതെ കുടിച്ച വെള്ളം ഒന്നും പുറത്തേക്ക് പോകണില്ല. പല ആൾക്ക് കുറച്ചു നേരമൊക്കെ ആൾക്കാരോട് മിണ്ടാതിരിക്കുക. അവസാനം രാജാവ് ചോദിച്ചു, എന്താ സുകന്യ? പോവാ പറഞ്ഞു അത്രേ. അങ്ങനെ എല്ലാവരും കൂടി കൊട്ടാരത്തുനിന്ന് കാട്ടിലതാ എത്തിച്ചേർന്നു. ആ മൺപുറ്റൊക്കെ തട്ടിയൊക്കെ സമയത്ത് ചെവനെന്ന പേരായിരിക്കുന്ന മഹർഷിയുടെ കണ്ണാത്രേ കുത്തി പൊട്ടിച്ചത്. ചെവന മഹർഷിയോട് പറഞ്ഞു, അങ്ങക്ക് കണ്ണ് കാണില്ലല്ലോ, അങ്ങയെ നോക്കാൻ വേണ്ടി ഇപ്പോൾ കുറച്ച് ദാസിമാരൊക്കെ ഞാൻ ഏർപ്പാടാക്കാൻ പറഞ്ഞു അത്രേ. അപ്പോൾ മഹർഷി പറഞ്ഞു, ദാസിമാരൊക്കെ ഏർപ്പാടാക്കി കഴിഞ്ഞാൽ ശരിയാവും തോന്നണില്ല. ഹോം നേഴ്സിന് ഏർപ്പാടാക്കിയുള്ള സ്ഥിതി നമുക്ക് നന്നായിട്ട് അറിയാലോ. ഹോം നേഴ്സ് ദിനം പ്രതി ഇങ്ങനെ തടിച്ച് വരും. അതുകൊണ്ട് അതാ എന്നെ നോക്കാൻ വേണ്ടി ഹോം നേഴ്സിനൊന്നും ഏർപ്പാടാക്കണ്ട. പിന്നെ എന്ത് ചെയ്താൽ മതി, എൻ്റെ കണ്ണാരാണോ പൊട്ടിച്ചത് അവരെൻ്റെ ഭാര്യയായിട്ട് ഇവിടെ ഇരുന്നോട്ടെ പറഞ്ഞു അത്രേ. എൻ്റെ ഭഗവാനെ, ശര്യാദി മഹാരാജാവിൻ്റെ ഒരു വിഷമം ആലോചിച്ച് നോക്കൂ. തൻ്റെ മകൾക്ക് ആകെപ്പാടെ 12 വയസ്സായില്ല. ഈ ജവനമഹർഷിക്കോ എത്രയാ വയസ്സായത് ലോകത്തൊരാൾക്കും അറിയില്ല. അത്ര വയസ്സായിട്ട് എത്ര. എങ്ങനെയാ തൻ്റെ മകളെ ഇയാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക? സുകന്യ പറഞ്ഞു, ഞാൻ ഇവിടെ ഇരുന്നോളാം കേട്ടോ അച്ഛാ പറഞ്ഞു അത്ര. അങ്ങനെ ആലോചിച്ച് നോക്കൂ, തനിക്ക് കിട്ടിയതായിരിക്കുന്ന ആ ഭർത്താവിൻ്റെ ഒരു സ്ഥിതി ഇയാൾക്ക് വെച്ചാൽ കണ്ണും കാണില്ല, എത്രയാ വയസ്സായത് അറിയില്ല, ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. മാത്രമല്ല രാവിലെ നേരത്തെ നീറ്റ് കുളിപ്പിച്ച്, രാവിലെ കുളിപ്പിക്കണം വെച്ചാൽ അടുത്ത നദിക്ക് ഇതാ കയ്യിൽ പിടിച്ച് കൊണ്ടുപോകണം. ഭക്ഷണം കാണിച്ചാൽ ഉരുട്ടി വാഴയ്ക്ക് വെച്ച് കൊടുക്കണം അല്ലേ. എന്നാലും തനിക്ക് കിട്ടിയതായിരിക്കുന്ന ഭർത്താവിനെ നന്നായിട്ട് അങ്ങോട്ട് സ്നേഹിച്ചു അത്രേ. ആ പാതിവ്രത്യം കണ്ട് അശ്വിനി ദേവന്മാരടക്കം ഭൂമിയിലതാ എത്തിച്ചേർന്നു. ചോദിച്ചു സുകന്യയോട്, എന്തേ സുകന്യ എന്ന്, എൻ്റെ ഭർത്താവിന് എത്ര വയസ്സാവാൻ കാര്യമൊക്കെ പറഞ്ഞു. എന്നാൽ ശരി കേട്ടോ, ഞങ്ങൾ ഈ വെള്ളത്തിലിറങ്ങി കുളി കഴിഞ്ഞിട്ട് വരുമ്പോൾ നിൻ്റെ ഭർത്താവിനും ഞങ്ങളുടെ അതേ സൗന്ദര്യമായിട്ടിതാ മാറും. അങ്ങനെ 3 പേരും കൂടി മുന്നിലങ്ങനെ വന്ന സമയത്തും സുകന്യയ്ക്ക് മനസ്സിലായില്ലാതെ ആരാ തൻ്റെ ഭർത്താവ് എന്നുള്ളത്. അത്ര സൗന്ദര്യമായിട്ടതാ മാറി. അങ്ങനെ അശ്വിനിദേവന്മാർ തന്നെ ഇതാ കാണിച്ചു കൊടുത്തു. അങ്ങനെ തൻ്റെ കയ്യിലുള്ളതായിരിക്കുന്ന മരണമാല്യം സുകന്യ തൻ്റെ പാതിവ്രത്യം കൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ കഴുത്തിലേക്ക് തന്നെ അതാ എടുത്തിട്ടും. ശര്യാദി മഹാരാജാവ് തൻ്റെ മകളെ കാണാൻ വേണ്ടി കാട്ടിൽ എത്തിച്ചേർന്നപ്പോൾ സുന്ദരനായ ഒരു യുവാവ് തൻ്റെ മകളുടെ മടിയിൽ ഇങ്ങനെ തലയും വെച്ച് കിടക്കണത് കണ്ട സമയത്ത് ശര്യാദി മഹാരാജാവിന് അത്ഭുതമായിത്രേ. സുകന്യയോട് ചോദിച്ചു, എന്തേ സുകന്യ, ഞാൻ നിന്നെ ആ മഹർഷിക്കല്ലേ കല്യാണം കഴിച്ചതാ കൊടുത്തത്, നീ എന്നിട്ട് നിൻ്റെ ഭർത്താവിന് ഏതോ പൊട്ട കിണറ്റിൽ കൊണ്ടുപോയി ഉന്തി തള്ളിയിട്ട് ഏതോ ഒരുത്തൻ്റെ കൂടെ ഇവിടെ ഇരിക്കുകയാണോ? എന്താ കാണിക്കണത്? കുലപ്രസൂതേ കുലദൂഷണം തിതം. ഈ കുലത്തിന് വിപരീതമായിരിക്കുന്ന പ്രവൃത്തി എങ്ങനെയാണ് നിനക്കിതാ കാണിക്കാനായിട്ട് സാധിച്ചത്? ഇപ്പം ഞാൻ ശപിക്കുമെന്ന് പറഞ്ഞതോടുകൂടി സുകന്യ പറഞ്ഞു, അച്ഛൻ എന്താ വിചാരിച്ചത്? അച്ഛൻ എന്നെ ആർക്കാണോ വിവാഹം കഴിച്ചു കൊടുത്തത് അദ്ദേഹം തന്നെയാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞു. അങ്ങനെ തൻ്റെ ആ ഐശ്വര്യം കണ്ട ശര്യാദി മഹാരാജാവിനടക്കത അത്ഭുതമാവുന്നു. ഇവിടെ ച്യവന മഹർഷിക്ക് സൗന്ദര്യം തിരിച്ചു കിട്ടിയ സമയത്ത് അദ്ദേഹം അശ്വിനി ദേവന്മാരോട് പറഞ്ഞു, നിങ്ങളാണ് എനിക്ക് യൗവനം തിരിച്ചു കിട്ടാനുള്ള കാരണം. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പ്രത്യുപകാരമായിട്ട് തരണം എന്നുണ്ട്. എന്താ വേണ്ടത് വെച്ചാൽ പറഞ്ഞോളൂ. അപ്പോൾ അശ്വിനി ദേവന്മാർ പറഞ്ഞു, ഞങ്ങൾ ദേവലോകത്തുള്ള ഡോക്ടർമാർ, ഇയാളുടെ പേര് ഡോക്ടർ ദസ്രൻ, എൻ്റെ പേര് ഡോക്ടർ നാസർത്തി, ഞങ്ങൾ 2 ആൾക്കാരും ഡോക്ടർമാർ. അപ്പോൾ ഞങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. എന്താ ചോദിച്ചാൽ ഈ ദേവന്മാർ
ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ഓപ്പറേഷനൊക്കെ വേണ്ട, അപ്പോൾ അങ്ങോട്ട് പോകേണ്ടി വരും, ഓടി പോകേണ്ടി വരും, എന്താ ചെയ്യുക, അപ്പോൾ കുളിച്ചു കൊല്ലുമോ എന്നൊന്നും അറിയില്ല. ശുദ്ധം പോരാ പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഭക്ഷണം തരില്ല. ഞങ്ങൾക്ക് അവരുടെ കൂട്ടത്തിലൊന്നിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് പറഞ്ഞു. എന്നാ ശരി, ഇപ്പം നേരെയാക്കി തരാമെന്ന് പറഞ്ഞാൽ ശിവന മഹർഷി അവിടെ വെച്ച് ഒരു ഹോമം നടത്തി. ആ ഹോമത്തിൽ ദേവന്മാർക്ക് ഹോമഭാഗം കൊടുക്കണ സമയത്ത് തന്നെ അശ്വിനി ദേവന്മാർക്കും യാഗഭാഗം കൊടുക്കാനായിട്ട് പുറപ്പെട്ടു. ദേവേന്ദ്രന് കാര്യം മനസ്സിലായി. വജ്രായുധം കയ്യിലേക്കെടുത്ത് ദേവേന്ദ്രൻ താഴത്തേക്ക് ഇതാവുന്നു. എന്നിട്ട് പറഞ്ഞു, ശിവന മഹർഷിയോട് പറഞ്ഞു, അങ്ങക്കറിയില്ലേ ഞങ്ങളെ കൂട്ടത്തിൽ ഒരുമിച്ചതായി ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നുള്ളത്? എന്നിട്ട് എന്തുകൊണ്ടാണ് അന്നതാ കൊടുക്കണത് ചോദിച്ചു. ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങറ്റം ഞങ്ങളെ കൂട്ടത്തിൽ ഇവന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങയുടെ തല ഞാൻ ആ വജ്രായുധം കൊണ്ട് വെട്ടുമെന്ന് പറഞ്ഞു. എന്നാ കാണട്ടെ പറഞ്ഞു അത്രേ. അങ്ങനെ അതാ തൻ്റെ കയ്യിലുള്ള ആ ഹോമഭാഗം ശിവന മഹർഷി അങ്ങനെ അശ്വിനി ദേവന്മാർക്ക് ഒരുമിച്ച് ദേവന്മാരുടെ കൂട്ടത്തിൽ കൊടുക്കാനായിട്ട് പുറപ്പെട്ടപ്പോൾ വജ്രായുധം കയ്യിലേക്കെടുത്ത് ഇന്ദ്രൻ ശിവന മഹർഷിയുടെ കഴുത്ത് വെട്ടാനായിട്ട് ഇതാ പുറപ്പെട്ടു. അപ്പോഴേക്കും ശിവന മഹർഷി പറഞ്ഞു, സവജ്രം സ്തംഭയാമാസ ഭുജം ഇന്ദ്രസ്യ ഭാർഗവ. ഇന്ദ്ര, നിന്റെ കയ്യ് വജ്രായുധത്തോടു കൂടി അവിടെ തന്നെ എത്തട്ടെ പറഞ്ഞു അത്രേ. ഇപ്പം ഇന്ദ്രന് കയ്യ് താത്താൻ പറ്റണില്ല. കുറച്ചു നേരമൊക്കെ കൈ ഇങ്ങനെ പൊന്തിച്ചേക്കാം, കുറച്ചു നേരം കഴിഞ്ഞാലോ വേദന സഹിക്കില്ല. ഇപ്പം ചോദിച്ചു അത്ര എന്താ വേണ്ടത്, കൊടുത്തോളാൻ പറഞ്ഞു അത്രേ. അങ്ങനെയാണ് ദേവന്മാരുടെ കൂട്ടത്തിൽ അശ്വിനി ദേവന്മാർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഇതാ സാധിച്ചത്. ഇങ്ങനെ ആ സുകന്യയുടെ പാതിവ്രത്യത്തിൻ്റെ ചരിത്രം. നഭകൻ എന്ന പേരായിട്ട് ഒരു രാജാവ്, അദ്ദേഹത്തിന് ഭാഗം കിട്ടിയില്ല അത്രേ. അതിൻ്റെ ഭാഗം കിട്ടാത്തത് കൊണ്ട് നാഭാഗൻ എന്ന പേരായിരിക്കുന്ന രാജാവ്, കവി എന്നായിരുന്നു ഇയാളുടെ പേര്. ഇദ്ദേഹത്തിന് ഭാഗം കിട്ടിയില്ല. അപ്പം ചോദിച്ചു അച്ഛനോട്, അച്ഛാ ഞാൻ എന്താ വേണ്ടത് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഭാഗത്താണ് പറഞ്ഞു അത്രേ. നീ ഒരു കാര്യം ചെയ്തോ, മഹർഷീശ്വരന്മാരിതാ ഇപ്പോൾ കാട്ടിൽ അവർ യാഗം ചെയ്യുന്നുണ്ടാവും. അപ്പം യാഗം ചെയ്യുന്ന സമയത്ത് അവർക്ക് 2 മന്ത്രങ്ങൾ ഓർമ്മ വരില്ല. നീ ആ മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ യാഗത്തിൻ്റെ ബാക്കിയുള്ള വസ്തുക്കളൊക്കെ നിനക്കിതാ അവരിതാ തരും, അത് വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ യാഗത്തിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ സ്വർണവും വെള്ളിയൊക്കെ കിട്ടിയപ്പോൾ അതൊക്കെ പാടെ ഒരു പട്ടിൽ പൊതിഞ്ഞ് കൊണ്ടുവരാൻ പുറപ്പെട്ടപ്പോൾ നേരെ മുന്നിൽ കറുത്തതായിരിക്കുന്ന ഒരു പുരുഷൻ മുന്നിൽ അങ്ങനെ അതാ വന്ന് നിന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉണ്ണി നിനക്കറിയായിട്ടാണ് ഈ യാഗത്തിൻ്റെ ബാക്കിയുള്ള സ്വർണവും വെള്ളിയൊക്കെ എനിക്കുള്ളതാണ്. നീ സംശയം ഉണ്ടിച്ചാൽ നീ എൻ്റെ അച്ഛൻ അറിവുള്ള ആളാ, വിവരമുള്ള ആളാ, പോയി ചോദിച്ചു വാ പറഞ്ഞു അത്രേ. അച്ഛൻ്റെ അടുത്തെത്തി. അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞതിനനുസരിച്ച് കാട്ടിലെത്തിച്ചേർന്ന് മഹർഷീശ്വരന്മാർ തന്നതായിരിക്കുന്ന സ്വർണം വെള്ളിയൊക്കെ കൊണ്ടുവരാൻ പുറപ്പെട്ടപ്പോൾ അവിടെ ഒരു തേജസ്സുള്ള ഒരാളെ ഞാൻ കണ്ടല്ലോ. അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞു. അയ്യോ ഉണ്ണി, അതാരാന്നാ വിചാരിച്ചത്? സാക്ഷാൽ മഹാദേവന്. യാഗത്തിൻ്റെ ബാക്കി എന്തൊക്കെ ഉണ്ടോ അതൊക്കെ മഹാദേവന് അവകാശപ്പെട്ടതാണ്. അത് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ തന്നെ കൊണ്ടുപോയിട്ട് സമർപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഈ ഉണ്ണി അതൊക്കെ ഭഗവാൻ മഹാദേവന് എന്നെ കൊണ്ടുപോയി കൊടുത്തു അത്രേ. മഹാദേവൻ എത്രയാ സന്തോഷമായത് അറിയില്ല. നീ സത്യം പറഞ്ഞല്ലോ. ഇങ്ങനെ സത്യം പറയുന്നതായ ആളുകളുടെ ആ വംശത്തിലാണ് ഭക്തന്മാരായിരിക്കുന്ന ആളുകളുണ്ടാവുക എന്ന് കാണിക്കുമാറ് വിഷ്ണു ഭക്തനായിട്ട് അംബരീഷൻ എന്ന പേരായിട്ട് ഒരു രാജാവും. അംബരീഷ മഹാരാജാവ് അദ്ദേഹം ദ്വാദശി വ്രതം കൊണ്ട് ഭഗവാനത സ്തുതിച്ചു. അങ്ങനെ ദ്വാദശി വ്രതം എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്നതായ ഏകാദശി വ്രതമാണ്. ദശമിയുടെ അന്ന് ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിക്കും. ഏകാദശിയുടെ അന്ന് ഒരു ഭക്ഷണം പോലും കഴിക്കില്ല, ഒരു തുള്ളി വെള്ളം പോലും ഇതാ കുടിക്കില്ല. ദ്വാദശിയുടെ അന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് സാക്ഷാൽ മഹാവിഷ്ണുവിനെ നന്നായിട്ടതാ പൂജിച്ച് സഹസ്രനാമൊക്കെ ജപിച്ച് ഭഗവത് ഭക്തന്മാരായിരിക്കുന്ന ബ്രാഹ്മണർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ കാലൊക്കെ കഴിയിച്ച് അവരുടെ ഭക്ഷണമൊക്കെ കൊടുത്ത് അവരുടെ അടുത്തുനിന്ന് അനുഗ്രഹം കിട്ടിയതിന് ശേഷം മാത്രമേ ഒരു തുള്ളി വെള്ളം കുടിക്കൂ, പാരണ വീട്ടു. അങ്ങനെ ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്നതായ ആ ദ്വാദശി വ്രതത്തിൻ്റെ അവസാനത്തിൽ തസ്യതരിഹതി സാക്ഷാൽ ദുർവാസോ ഭഗവാൻ ഭുൽ. ദുർവാസാവ് മഹർഷി അവിടെ അതാ എത്തിച്ചേർന്നു. ദുർവാസാവിനെ കണ്ട സമയത്ത് അംബരീഷ മഹാരാജാവിന് എത്രയാ സന്തോഷമായത് അറിയില്ല. ദുർവാസാവെ, പാരണയ്ക്ക് സമയമായിണ്ട, അങ്ങ് വേഗം കാളിന്തി നദിയിൽ ഇറങ്ങി കുളിയൊക്കെ കഴിഞ്ഞ് വരൂ പറഞ്ഞു അത്രേ. അങ്ങനെ കാളിന്തി നദിയിൽ നിന്ന് കുളിക്കാനായി വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ദുർവാസാവിന് തോന്നിയത്, എന്തൊരു തണുപ്പാണ് വെള്ളത്തിന്, കുറച്ചേരോടി ഇവിടെ ഇരുന്നാലോ.
പാരണയ്ക്ക് സമയം വൈകിയെന്ന് മനസ്സിലായപ്പോൾ ബ്രാഹ്മണർ പറഞ്ഞതിനനുസരിച്ച് ഭഗവാന്റെ ആ തീർത്ഥജലം എടുത്ത് കഴിച്ചു അംബരീഷ മഹാരാജാവ്. അതോടുകൂടിയിട്ട് ദുർവാസാവിന് മനസ്സിലായി, യോമാമതിഥിമായാതമാതിഥ്യേന നിമന്ത്രിച്ച, അതിഥിയായിട്ട് എന്നെ വിളിച്ചു വരുത്തി എനിക്ക് ഭക്ഷണം തരാതെ അവനതാ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. തൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു തീഭൂതത്തിനെ സൃഷ്ടിച്ചു. നേരെ അംബരീഷൻ്റെ അടുത്തേക്ക് ഇതാ പറഞ്ഞയച്ചു. അംബരീഷൻ്റെ അടുത്ത് ഭഗവാനെ ഉപാസിക്കാനായിട്ട് പുറപ്പെട്ടതോടുകൂടി ഭഗവാൻ തൻ്റെ കയ്യിലുള്ളതായിരിക്കുന്ന സുദർശന ചക്രം ഇപ്പോൾ അംബരീഷൻ്റെ അടുത്തേക്ക് ഭഗവാൻ ഇതാ പറഞ്ഞയക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അംബരീഷ മഹാരാജാവ് ഭഗവാനെ ഉപാസിക്കാൻ വേണ്ടി ഏകാദശി നോൽക്കാൻ പുറപ്പെട്ടപ്പോൾ തന്നെ ഇനി ഇയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് വിചാരിച്ച് രാജ്യത്തിൻ്റെ 4 ഭാഗത്തുനിന്ന് പോയി വന്നയാളാണ് സുദർശന ചക്രം. ആരെങ്കിലും ഈ അംബരീഷനെ ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കി നിൽക്കുക അത്ര ചക്രം. അപ്പോഴാണ് ഒരു തീഭൂതം വരുന്നത് കണ്ടത്. അതിനെ അങ്ങോട്ട് ഇല്ലാതെയാക്കി. ആദ്യം ആരാ ഇത് അയച്ചത് എന്നുള്ള രീതിയിൽ നേരെ ദുർവാസാവിൻ്റെ അടുത്തെത്തി. ദുർവാസാവ് വെള്ളത്തിൽ തന്നെ വേർക്കുക അത്ര. എന്നിട്ടോ എഴുന്നേറ്റ് നേരെ കൈലാസപർവ്വതത്തെത്തി. മഹാദേവൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. ബ്രഹ്മാവിൻ്റെ അടുത്തെത്തിയ സമയത്ത് ബ്രഹ്മാവും പറഞ്ഞു ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. മഹാവിഷ്ണുവിൻ്റെ അടുത്തെത്തിയപ്പോൾ ഭഗവാനും അവിടെ ഇരുന്നതാ പറഞ്ഞു, ജ്ഞാനം തപശ്ച വിനയാന്യുതമേവ മാന്യം യാഹ്യംബരീഷപദമേവ ഭജേതി ഭൂമൻ. ഹേ ദുർവാസാവ് മഹർഷി, എന്തിനാ ഈ ജ്ഞാനമൊക്കെ എന്നാ അങ്ങ് വിചാരിച്ചത്? ഭഗവത് ഭക്തന്മാരായിരിക്കുന്ന ആളുകളെ കാണുന്ന സമയത്ത് ഒന്ന് തല താഴ്ത്താനുള്ളതായിരിക്കുന്ന വിനയമാണ് ജീവിതത്തിൽ അതാ ഉണ്ടാവേണ്ടത്. പിന്നെ അങ്ങയുടെ കയ്യിലുള്ളതായിരിക്കുന്ന അങ്ങയുടെ പിന്നാലെ വരുന്നതായിരിക്കുന്ന ഈ ചക്രന്ന് അത് ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ചില ഭക്തന്മാർ അങ്ങനെയാണ്, എന്നോട് ചോദിച്ചിട്ടല്ല എൻ്റെ കയ്യിലുള്ള ഓരോ സാധനങ്ങളെടുത്ത് പ്രയോഗിക്കുക. എങ്ങനെ സൽസ്ത്രീയ സൽപതിം യഥാ, പരസ്പര സ്നേഹത്തോടു കൂടി നിൽക്കുന്നതായ ഭാര്യാഭർത്താക്കന്മാർ അല്ലേ. അപ്പോൾ ഭർത്താവിൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും സാധനം എടുക്കാൻ വേണ്ടി ഭാര്യയ്ക്ക് ഭർത്താവിനോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ചോദിച്ചാൽ ചിലപ്പോൾ അപകടമാകുമല്ലേ. ചോദിച്ചിട്ടുണ്ട് വെച്ചാൽ ഭർത്താവ് പറയും, ഞാൻ വിചാരിച്ചില്ല കേട്ടോ, നമ്മൾ രണ്ടും രണ്ടാന്ന് നീ വിചാരിക്കുന്നു, എൻ്റെ കയ്യിൽ എന്ത് വേണിച്ചാലും നമുക്കെടുത്തു. ചോദിച്ചാലാവും ചിലപ്പോൾ അപകടമാകുക അല്ലേ. ഇങ്ങനെ എൻ്റെ ഭക്തന്മാർ എന്നോട് ചോദിച്ചിട്ടല്ല എൻ്റെ കയ്യിലുള്ള ആയുധങ്ങളൊന്നും എടുത്ത് പ്രയോഗിക്കുക. അവർക്ക് 2 എന്നുള്ള ഭാവമില്ല, 1 എന്നുള്ള ഭാവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അംബരീഷൻ്റെ പാദങ്ങളിൽ തന്നെ പോയി വീണ് നമസ്കരിക്കൂ എന്ന് ഇതാ പറഞ്ഞു. അങ്ങനെ അംബരീഷൻ്റെ അടുത്തേക്ക് ഇതാ എത്തിച്ചേർന്ന് അംബരീഷ മഹാരാജാവും വെള്ളമൊന്നും കുടിക്കാതെ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ കാത്തിരിക്കുക. അത്രേ ദുർവാസാവ് എവിടെ, ദുർവാസാവ് എവിടെയെന്ന് വിചാരിച്ച് കാത്തിരിക്കുക. ദുർവാസാവ് ഇതാ ഓടി എത്തിയത്രേ. അച്യുതാനന്ദ സദീപ്സിത പ്രഭോ കൃതാകസമ്മാവഹി. അച്യുതാനന്ദ അച്യുതാനന്ദ മഹാദേവന്റെ നാമം മാത്രം ജപിക്കുന്ന ദുർവാസാവ് ഇതാ ഇപ്പോൾ അച്യുതാനന്ദ 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 ഭഗവാന്റെ തിരുനാമം ഉറക്കുറക്കെ ജപിച്ചങ്ങനെ വരുന്നത് കണ്ട അംബരീഷന്റെ കാക്കലേക്ക് വീണ് നമസ്കരിക്കാൻ പുറപ്പെട്ടപ്പോൾ അംബരീഷ മഹാരാജാവ് ആദ്യം ദുർവാസാവിൻ്റെ കാക്കലേക്ക് അങ്ങോട്ട് വീണ് നമസ്കരിച്ചു. ബുജ്യതാമിതി സാദരം, ഇത്ര നേരമായി ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കണം, ഇരിക്കൂ പറഞ്ഞ് ആ ദുർവാസാവ് മഹർഷിക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ദുർവാസാവിൻ്റെ അടുത്തുനിന്ന് അനുഗ്രഹമൊക്കെ കിട്ടിയതായ അംബരീഷ മഹാരാജാവ് ഗതേച്ച ദുർവാസസി സ്വംബരീഷ തൻ്റെ കുട്ടികളെ രാജ്യഭാരം ഏൽപ്പിച്ചു കൊടുത്ത് കാട്ടിലെത്തിച്ചേർന്ന് ഭഗവാൻ ഉപാസിച്ച് ഭഗവാന്റെ അടുത്തേക്ക് ഇതായ യാത്രയായി. അംബരീഷ മഹാരാജാവിൻ്റെ ആ വംശത്തിൽ അനവധി രാജാക്കന്മാർ, കിരൂപൻ, കേതുമാൻ, ശംഭു തുടങ്ങിയതായിരിക്കുന്ന രാജാക്കന്മാർ. ശൃണു നാമാനി കർമ്മഭീമൻ, ഓരോരോ ആളുകളും ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചാണ് അവർക്ക് ഓരോ പേര് ഇതാ ഉണ്ടാവുക. അവരവരുടെ കർമ്മത്തിനനുസരിച്ചാണ് ഇതാ പേരുണ്ടാവുക. പുരഞ്ജയൻ എന്ന പേരായിട്ടൊരു രാജാവ് ദേവലോകത്ത് യുദ്ധത്തിന് പോയ സമയത്ത് കാളയുടെ കഴുത്ത് പിടിച്ച് യുദ്ധം ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് കകുദ്മി എന്നുള്ള പേര് ഇതാ കിട്ടി. അദ്ദേഹത്തിൻ്റെ വംശത്തിലാണ് സാക്ഷാൽ രാമചന്ദ്രൻ പ്രഭു അവതരിച്ചത്. അതുകൊണ്ട് ഭഗവാന് കാകുൽസ്ഥൻ എന്നുള്ള പേര് ഇതാ കിട്ടി. ഒരു രാജാവിന് അനവധി ഭാര്യമാർ. അതിൽ ഒരു സ്ത്രീ പ്രസവിക്കാനായിട്ട് പുറപ്പെട്ടപ്പോൾ മറ്റുള്ള സ്ത്രീകളെല്ലാവരും കൂടി ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് വിഷം കൊണ്ടുപോയിട്ട് ഇതാ കൊടുത്തു. അങ്ങനെ ആ സ്ത്രീയോ വിഷത്തോട് കൂടിയിട്ട് ഒരു ഉണ്ണിയെ പ്രസവിച്ചു. അങ്ങനെ വിഷത്തോട് കൂടിയ ഉണ്ണിയെന്ന് അയാൾക്ക് ഇതാ പേര് കിട്ടി. സഗരൻ എന്നതാ പേര് കിട്ടി. ഈ സകല രാജാക്കന്മാരാണ് ഇന്ന് കാണുന്ന സമുദ്രമൊക്കെ ഇതാ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് സമുദ്രത്തിന് സാഗരം എന്നുള്ള പേര് ഇതാ കിട്ടിയിട്ടുള്ളത്.
ഇങ്ങനെ ഓരോരോ ആളുകളും ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് അവർക്ക് പേരുകൾ അതാ ഉണ്ടാവാനായിട്ട് ഇതാ പുറപ്പെട്ടു. അനവധി രാജാക്കന്മാർ, യുവനാശൻ എന്ന പേരായിട്ട ഒരു രാജാവ്, അദ്ദേഹത്തിന് അനവധി ഭാര്യമാര്, പക്ഷെ അതിനൊന്നും കുട്ടികളുണ്ടായിരുന്നില്ല. ഇദ്ദേഹം അങ്ങനെ ഒരു ഉണ്ണി ഉണ്ടാവാൻ വേണ്ടി കാട്ടിലെത്തിച്ചേർന്ന് ഒരു യാഗക്കഥ നടത്തി. അപ്പം യാഗം സമർപ്പിക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി മഹാരാജാവ് ഞെട്ടി ഉണർന്ന് കലശം പൂജ വെച്ചതായിരിക്കുന്ന കലശത്തിലുള്ള വെള്ളം എടുത്ത് കുടിച്ചു. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരഞ്ഞു നടക്കാറുണ്ട്, കലശപ്പാനി കാണുന്നില്ലല്ലോ. മഹാരാജാവ് പറഞ്ഞു, ഇതിലെ വെള്ളം ഞാനാട്ടോ കുടിച്ചത്, എന്നാൽ പിന്നെ അന്നേക്ക് ഭാര്യമാർ പ്രസവിച്ച് ഉണ്ണി ഉണ്ടാവും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അന്നൊക്കെ അതിന് യോഗം പറഞ്ഞു അത്രേ. മഹാരാജാവിന് ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മഹാരാജാവിന് 1 മാസമായി, 2 മാസമായി, 3 മാസമായി, 5 മാസം, 8 മാസം വയറിങ്ങനെ വലുതായി വരുന്നുണ്ട്. മഹാരാജാവിൻ്റെ ഭാര്യമാർ വന്ന് കൈ കൊണ്ട് കൊടുക്കണ്ട, കാല് കൊണ്ട് കൊടുക്കേണ്ട, സാരമില്ല, അങ്ങനെ കരഞ്ഞാലും ആദ്യത്തെയായിട്ടാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ മഹാരാജാവിന് ഗർഭം പൂർണ്ണമായതോട് കൂടിയിട്ട് ഉറക്ക കരയാൻ പുറപ്പെട്ടു. കരച്ചിൽ എവിടെയാണ് എത്തിയതെന്നാണ് വിചാരിച്ച് എത്ര ആൾക്കാരാ ഈ മഹാരാജാവിൻ്റെ ഈ അത്ഭുത കാര്യം കാണാൻ വരുന്നത്. അങ്ങനെ ഇന്ദ്രനും എത്തിയത്ര. ഇന്ദ്രനെ അണിച്ചാൽ ദേവലോകത്തിന് വരുന്ന സമയത്ത് അവിടുന്ന് സഞ്ചിയിൽ സാധനം എടുത്തോളാൻ അവിടുത്തെ 2 ഡോക്ടർമാരോട് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ നാസത്യൻ, ഡോക്ടർ ദസൻ, അശ്വിനി ദേവന്മാർ. അവരിതാ എത്തിച്ചേർന്നു. ഉക്ഷ്യം നിർഭിദ്യ ദക്ഷിണം, മഹാരാജാവിൻ്റെ വയറിൻ്റെ വലത്ത് ഭാഗം കീറി അതിൽ നിന്ന് ഒരു ഉണ്ണിയെ പുറത്തേക്ക് ഇതാ എടുത്തു. ഉണ്ണി കരച്ചിലോട് കരച്ചിൽ. എന്തിനാ കരയണത്? കിട്ടേണ്ടത് കിട്ടിയില്ല, അത് തന്നെ. ഇവിടെ അതാ മഹാരാജാവ് കരച്ചിലോട് കരച്ചിൽ. അങ്ങനെ അതാ വരുന്ന സമയത്ത് കുറച്ച് അമൃത് കൊണ്ടുവന്നുണ്ടായിരുന്നു ഇന്ദ്രൻ. ആ അമൃതിലേക്ക് തൻ്റെ ആ വലത്തെ കയ്യിലെ വിരലിതാ ഇറക്കി ആ കയ്യിലുള്ള അമൃത് കൊണ്ടുപോയി കൊടുത്തു. ആ സമയത്ത് മാംധാത എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഉണ്ണിക്ക് മാന്ധാതാവ് എന്നുള്ള പേരും കൂടി ഇതാ കിട്ടി. ഉണ്ണിക്ക് പാല് കിട്ടിയ സമയത്ത് ഉണ്ണിയുടെ കരച്ചിൽ ഇങ്ങനെ കുറേശ്ശെ കുറഞ്ഞു. പക്ഷേ ഇന്ദ്രൻ കൈ എടുത്തു കഴിഞ്ഞാലോ പിന്നെ ഉണ്ണി കരയാനായിട്ട് പുറപ്പെടും. എന്താ ചെയ്യുക? ഇവിടെ ഇന്ദ്രൻ ഇങ്ങനെ പാല് കൊടുത്തിരുന്നാൽ പോരാ, അയാൾക്ക് എന്തൊക്കെ പരിപാടി ഉണ്ടല്ലേ അവിടെ. അവസാനം ഇന്ദ്രൻ ഈ ഉണ്ണിയുടെ കയ്യിലേക്ക് അമൃതാക്കിയത്. എന്നിട്ട് കൈ ആ ഉണ്ണിയുടെ വായയ്ക്ക് തന്നെ വെച്ചു കൊടുത്തു. വേഗം അവിടുന്ന് ഇന്ദ്രൻ രക്ഷപ്പെട്ടു. ഇങ്ങനെ മാന്ധാതാവിൻ്റെ ചരിത്രത വർണ്ണിക്കണോ. സൗഭരി എന്ന് പേരായിരിക്കുന്ന ഒരു മഹർഷി, അദ്ദേഹം വിവാഹമൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് വൃന്ദാവനത്തിലെ കാളന്തി നദിയിൽ ഇറങ്ങി തപസ് ചെയ്യായിരുന്നു അത്രേ. അപ്പോഴാണ് 2 മത്സ്യങ്ങളൊക്കെ ഒരുമിച്ച് നടക്കുന്നത് ഇതാ കാണുന്നത്. കുട്ടികളോട് കൂടിയിട്ട് ഇങ്ങനെ നടക്കണുണ്ട്, കുട്ടികളോട് വർത്തമാനം പറയുന്നുണ്ട്. അപ്പം ഇയാൾക്ക് തോന്നി കല്യാണം കഴിക്കണമെന്ന്. ആരെയാ അപ്പം കല്യാണം കഴിക്കാൻ? ഒരു പെൺകുട്ടീനെ എവിടുന്നാ കിട്ടുക? മഹാരാജാവിൻ്റെ അടുത്ത് പോയി. മഹാരാജാവ് മാന്ധാതാവിനോട് പറഞ്ഞു, അങ്ങക്ക് 50 പെൺകുട്ടികളില്ലേ, എനിക്കിതാ വിവാഹം കഴിക്കാൻ ഒരു പെൺകുട്ടിയെ തരണം എന്ന് പറഞ്ഞു അത്രേ. മഹാരാജാവിന് എന്നെ അത്ഭുതമായി. എൻ്റെ ഭഗവാനെ, ഈ സൗഭരി മഹർഷിക്ക് എത്രയാ വയസ്സായത് ലോകത്ത് ഒരാൾക്കും അറിയില്ല. വൃത്തി എന്ന് പറഞ്ഞതില്ല ജീവിതത്തിൽ. വെള്ളത്തിൽ നിന്ന് കയറി വന്നത്. എങ്ങനെയാ അപ്പോൾ എൻ്റെ മകളെ ഇയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക? പക്ഷേ ഇദ്ദേഹം നല്ല തപശക്തി ഇല്ല ആള്. തൻ്റെ മകളെ വിവാഹം കഴിച്ച് കൊടുക്കില്ല എന്നിട്ടും പറഞ്ഞിട്ട് വെച്ചാൽ ലോകം മുഴുവനും ചുട്ട് പൊട്ടിക്കും. അങ്ങനത്തെ ഉള്ള ആള്. അവസാനം മഹാരാജാവ് പറഞ്ഞു, എനിക്ക് 50 പെൺകുട്ടികളുണ്ട്, 50 പേരും വിവാഹപ്രായമായിട്ട് കാത്തിരിക്കുകയാണ്, അങ്ങനെക്കറിയാലോ. അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്തോളൂ, നേരെ അന്തഃപുരത്തിലേക്ക് യാത്രയായി അങ്ങയെ ഏത് പെൺകുട്ടിക്കാണോ ഇഷ്ടമാവുന്നത് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചോളൂ പറഞ്ഞു. അപ്പം മഹർഷിക്ക് കാര്യം മനസ്സിലായി. എന്നെ ഒന്ന് കളിയാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പം കാണിച്ചു തരാറും. അങ്ങനെ തൻ്റെ തപശക്തി കൊണ്ട് ഒരു യുവാവായിട്ട് മാറി, സുന്ദരനായിട്ട് മാറി. നേരെ അന്തഃപുരത്തിലേക്ക് കയറിപ്പോയിട്ട് പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ എന്നോട് വിവാഹം കഴിച്ചോളാൻ. അപ്പോൾ അവിടുത്തെ 50 പെൺകുട്ടികളും പറഞ്ഞു, നീയല്ല പോവാൻ, ഞാനാണ് പോവാൻ, നീയല്ല പോവാൻ, ഞാനാണ് പോവാൻ. മഹാരാജാവ് പറഞ്ഞു, ഇനി അടിയും പേടിയും ലഹളയൊന്നും ഇവിടുന്ന് വേണ്ട, ഒക്കെ അവിടെ എത്തിയിട്ടാവാം എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം വേണ്ടാന്ന് വിചാരിച്ച ഇയാൾ 50 പെൺകുട്ടികളെയും കല്യാണം കഴിച്ചു അത്രേ. എൻ്റെ ഭഗവാനെ, അനവധി കുട്ടികളൊക്കെ ആയി. അതോ ഭാര്യമാർ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാ പറയണത് അറിയില്ല. അവർ പറയണതൊക്കെ സാധിപ്പിച്ചു കൊടുത്തു അത്രേ. തദ്ഗ്രാഹ്യസ്ത്യന്തു സംവീക്ഷ്യ സ്തംഭമജഹാൽ, ഒരു സ്തംഭത്തിനെ പോലെ ഇപ്പോൾ ഇന്ദ്രനടക്കതാ വന്നിരിക്കുന്നു അത്ര. ഇങ്ങനെയൊക്കെ ഭാര്യമാർ പറഞ്ഞാൽ കേൾക്കണ ഒരു മഹർഷിയെ ഇതുവരെ ജീവിതത്തിൽ ഇതാ കണ്ടിട്ടല്ലേ. ഭാര്യമാർ എന്തൊക്കെയാ പറയണത് എന്നാ വിചാരിച്ചു. ചില ഭാര്യമാരൊക്കെ വന്ന് പറയാറില്ല, ശരീരത്തിൽ ഇങ്ങനെ ഈ എന്തോ നല്ല ഗന്ധം ഉണ്ടാവുന്ന ഒരു സാധനം ഉണ്ട്, അതൊക്കെ വേണമെന്നുണ്ട് അത് വാങ്ങിച്ചു കൊടുക്കണം.
കട്ടിൽ വേണമെന്ന് പറഞ്ഞ സമയത്ത് അത് വാങ്ങിച്ചു കൊടുത്തു. ഗൃഹത്തിലുള്ള സാധനങ്ങൾ ഓരോ ഇങ്ങനെ എല്ലാതും വാങ്ങിച്ചു കൊടുക്കേണ്ടതായ ഈ മഹർഷിയെ കണ്ട സമയത്ത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഭഗവാനെ ഉപാസിക്കാനായിട്ട് പുറപ്പെടുന്ന ഒരാൾക്ക് ഇഹലോക സുഖസൗകര്യങ്ങൾ എന്ത് വേണമെന്ന് വിചാരിക്കുന്നുവോ അതിന് മുഴുവനും ഭഗവാനിത അനുവദിച്ചതാ കൊടുക്കും. പിന്നീടാണ് ഖട്വാംഗൻ എന്ന പേരായിട്ടുള്ള രാജാവ് മുഹൂർത്താൽ സർവമുത്സൃജ്യ ഗതവാൻ അഭയം ഹരിം. 2 മുഹൂർത്തം മാത്രമേ തനിക്ക് ആയുസ്സുള്ളൂ എന്ന് മനസ്സിലാക്കിയ ആ ഖട്വാംഗ മഹാരാജാവ് ഭാരതത്തിൽ എത്തിച്ചേർന്ന് ഭഗവാനെ ഉപാസിച്ച് ഭഗവാന്റെ അടുത്തേക്ക് ഇതാ യാത്രയായി. പിന്നീടാണ് അംശുമാന്റെ ചരിത്രത വർണ്ണിക്കുന്നത്, ഭഗീരഥന്റെ ചരിത്രത വർണ്ണിക്കുന്നത്. കപില വാസുദേവരുടെ നേത്രാഗ്നിയിൽ മരിച്ചു പോയതായിരിക്കുന്ന സകല പുത്രന്മാരെ അവർക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി ഗംഗാനദി ഭൂമിയിലേക്ക് ഇതാ എത്തിച്ചേരണേ എന്ന് വിചാരിച്ച് അംശുമാൻ അനവധികാലം ആ ഗംഗയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതാ പരിശ്രമിച്ചു, സാധിച്ചില്ല. പിന്നീടാണ് ഭഗീരഥൻ്റെ അതിഗംഭീരമായിരിക്കുന്ന തപസ്. ഭഗീരഥൻ മഹാദേവനെ തപസ് ചെയ്തു, മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. ഗംഗാദേവി ഇതാ പ്രത്യക്ഷപ്പെട്ടു. ഗംഗാദേവിയോട് പറഞ്ഞു, ഗംഗാദേവി നീ ഇതാ ഭൂമിയിൽ എത്തിച്ചേരണം. ഗംഗ പറഞ്ഞു, ഞാൻ വലിയ സംശയമില്ല പറഞ്ഞു അത്രേ. അതെന്തേ? ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെച്ചാൽ ഭൂമി അടക്കം അവിടെ ഉണ്ടാവില്ല, അത്ര വേഗതയാണ് എനിക്ക്. അമ്മ എന്നെ പറഞ്ഞു തരണം. അമ്മ ഈ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് അമ്മയെ താങ്ങി നിർത്താൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു അത്രേ. മഹാദേവനോട് ഒറ്റ മേടിച്ചാൽ ചോദിച്ചു നോക്ക് പറഞ്ഞു അത്രേ. അങ്ങനെ മഹാദേവനെ ഏതാ തപസ് ചെയ്തു. മഹാദേവൻ ഭൂമിയിൽ കൈലാസപർവ്വതത്തിൽ അങ്ങനെ ചമ്രം പടിഞ്ഞ് തൻ്റെ ജഡയൊക്കെ അതാ വിടർത്തിക്കൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെയും ഗംഗ പറഞ്ഞു അത്രേ, ഞാൻ ഭൂമിയിലേക്ക് ഇതാ വരില്ല. ഞാൻ ഭൂമിയിൽ വന്നിട്ടുണ്ടെച്ചാൽ ഈ ഭൂമിയിലുള്ള സകല പാപികളായിരിക്കുന്ന ആളുകളും പാപം തീർക്കാൻ വേണ്ടി എന്നെയാണിതാ ആശ്രയിക്കുക. ആ പാപമൊക്കെ എന്നെതാ ബാധിക്കില്ലേ ചോദിച്ചപ്പോൾ അവിടെ ഇരുന്ന് പറഞ്ഞു ഭഗീരഥൻ, അമ്മ വിചാരിച്ചതുപോലുള്ള ഒരു സ്ഥലമല്ല ഈ ഭാരതഭൂമി എന്ന് പറഞ്ഞാൽ. ഈ ഭാരതഭൂമിയിൽ ഭഗവാനെ ഉപാസിക്കുന്നതായ അനവധി സജ്ജനങ്ങളായിരിക്കുന്ന ആളുകൾ ഇതാണ്ട് എല്ലാ സമയത്തും ഭഗവാനെ മാത്രം ചിന്തിച്ച് പഠന്തോ നാമാനി പ്രമദഭരസിന്ധോ നിപതിതാ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥ ചരന്തോ യേ ഭക്താത്വൈകലു രമന്തേ പരമമൂനഹം ധന്യാൻ മന്യേ. ധന്യന്മാരായി എല്ലാ സമയത്തും സന്തോഷത്തോടുകൂടി മാത്രം ഇരിക്കുന്ന, പരമമായിരിക്കുന്ന ആനന്ദത്തിലിരിക്കുന്ന സജ്ജനങ്ങളായിരിക്കുന്ന ആളുകൾ ആ ഗംഗയിൽ അങ്ങനെ വന്ന് കുളിക്കുന്നതോട് കൂടിയിട്ട് അമ്മേ തേങ്കസംഗാൽ ആ സജ്ജനങ്ങളുടെ പാദസ്പർശം കൊണ്ട് അമ്മയ്ക്ക് ഒരിക്കലും ഇതാ പാപം ഏൽക്കില്ല, സംശയമില്ലാത്തതാണ്. അന്തർബഹിസ്നാനവിധൂത പാപ്മന. അമ്മയിലേക്ക്, അമ്മയുടെ ഗംഗാ നദിയിലേക്ക് ഇതാ സജ്ജനങ്ങൾ വന്ന് കുളിക്കുന്നതോട് കൂടിയിട്ട് അമ്മയ്ക്കും ഇതാ പുണ്യത ലഭിക്കും. ശരി കേട്ടോ, ഞാൻ വരികയാണ് എന്ന് പറഞ്ഞ ആ ഗംഗാദേവി മഹാദേവൻ്റെ ശിരസിലേക്ക് ഇതാ ഒഴുകിതാ വരണം. മഹാദേവൻ്റെ ശിരസിലെത്തിയതോട് കൂടിയിട്ട് ഗംഗയെ കാണുന്നില്ല. ഇനിയിപ്പം ഗംഗയെ എങ്ങനെയാ കാണും? അങ്ങനെ മഹാദേവൻ തൻ്റെ ജഡയൊന്ന് മെല്ലെ പിഴിഞ്ഞെടുത്തു. അതിൽ കൂടെ ഗംഗ ഇതാ പുറത്തേക്ക് ഇതാവുന്നു. അങ്ങനെ ജന്യു മഹർഷിയുടെ ആശ്രമത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ ജന്യു മഹർഷി ആചമിച്ചു. അപ്പോഴും ഗംഗയെ കാണുന്നില്ല. ജന്യു മഹർഷി തൻ്റെ വലത്തെ ചെവി ഒന്ന് തുറന്നു കൊടുത്തു. അതിൽ കൂടെ ജാഹ്നവി ആയിക്കൊണ്ട് ഗംഗ ഭൂമിയിൽ ഇതാ എത്തിച്ചേർന്നു. ഇങ്ങനെ ഗംഗയുടെ അവതരണത്തിനെ പറ്റിയിട്ട് വർണ്ണിച്ചു. എന്തിനായി ഗംഗാനദിയുടെ പ്രാധാന്യത്തിനെ ഇത്രയധികം വർണ്ണിക്കണത്? ഗംഗയിൽ കുളിക്കുമ്പോഴേ നമ്മളെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതായിട്ട് തീരുള്ളൂ. പാപം തീരുന്ന സമയത്തെ രാമായണത്തിലേക്കും അതേപോലെ പരശുരാമാവതാരത്തിലേക്കും കൃഷ്ണാവതാരത്തിലേക്കും ഒക്കെ നമുക്കിതാ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. ഇങ്ങനെ ദശരഥ മഹാരാജാവിൻ്റെ അടുത്തതാ എത്തിച്ചേർന്നു. ദശരഥൻ എന്ന് പറഞ്ഞാൽ തന്നെ 10 ദിക്കിലേക്ക് ഒരുമിച്ച് യുദ്ധം ചെയ്യാനായിട്ട് സാധിക്കുന്നയാളും ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായി സാക്ഷാൽ ഭഗവാൻ തന്നെ. രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ഇത് സംജ്ഞയാ. രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നുള്ള 4 പേരോട് കൂടിയിട്ട് ഭഗവാനതായി ഭൂമിയിൽ അവതരിച്ച് നടത്തിയതായിരിക്കുന്ന രാമായണം ചരിത്രം. ഗുരുവർദ്ധേ ത്യക്തരാജ്യോ വിചരതനുവനം പത്മപദ്ഭ്യാം പ്രിയായ പാണിസ്പരിശാക്ഷമാഭ്യാം ഋജിതപദരുചോ യോ ഹരീന്ദ്രാനുജാഭ്യം. സാക്ഷാൽ ഭഗവാൻ സർവാഭരണ വിഭൂഷിതനായി നാളെ പുലർന്നു കഴിഞ്ഞിട്ട് വെച്ചാൽ രാമ നീയാണിതാ രാജ്യം ഭരിക്കേണ്ടത്. അതുകൊണ്ട് നാളെ
നീ അണിയേണ്ടതായിരിക്കുന്ന ആ ആടയാഭരണങ്ങൾ മുഴുവനും ശരീരത്തിൽ അങ്ങനെ അണിഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വാ എന്ന് അച്ഛനായിരിക്കുന്ന ദശരഥൻ പറഞ്ഞതോടുകൂടി സർവാഭരണ വിഭൂഷിതനായിട്ട് രാമചന്ദ്ര പ്രഭു ഇപ്പോൾ ദശരഥൻ്റെ മുന്നിലങ്ങനെ വന്ന് നിൽക്കണു. അത്ര എന്തെന്നില്ലാത്ത സൗന്ദര്യത്തോട് കൂടിയിട്ട് അതെ നമുക്കെന്നെ അറിയാലോ, ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ വളർന്ന് വരുമ്പോൾ ചിലപ്പോൾ അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യും, ആദ്യമായിട്ട് ഇവർക്ക് സാരിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടികൾ ആദ്യമായിട്ട് സാരിയൊക്കെ കൊടുത്ത് അച്ഛൻ്റെ മുന്നിൽ അങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു രംഗം. അതേപോലെ ഇന്ന് വരെ ഇത്രയും നല്ലതായിരിക്കുന്ന പട്ടുടയാളകളൊന്നും ആ ഭഗവാൻ ഇത് അണിഞ്ഞിട്ടില്ല. ഇപ്പോൾ സർവ്വ സൗന്ദര്യത്തോടു കൂടിയിട്ട് മുന്നിലങ്ങനെ നിൽക്കുന്നതായ രാമചന്ദ്രനെ കണ്ട സമയത്ത് അച്ഛനായിരിക്കുന്ന ദശരഥന് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. ഇങ്ങനെ സന്തോഷത്തിൽ ആനന്ദത്തിൽ അങ്ങനെ ഇരിക്കുന്ന ദശരഥൻ്റെ അടുത്തേക്കാണ് ഭാര്യ കൈകേയി എത്തിച്ചേരുന്നത്. കൈകേയിയുടെ അടുത്ത് ആദ്യം തന്നെ മന്ധര വന്ന് പറഞ്ഞു അത്രേ, നാളെ പുലർന്നാൽ നാളെ രാവിലെ ആയി കഴിഞ്ഞിട്ടുവെച്ചാൽ രാമൻ ഈ രാജ്യത്തെ രാജാവായിട്ട് തീരും. നിന്റെ സ്ഥാനം എവിടെയാണെന്നാണ് നീ വിചാരിച്ചത്? ആ രാമൻ്റെ കൊട്ടാരത്തിൻ്റെ മിറ്റം അടിച്ച് വരുന്ന ജോലി ആയിരിക്കും നിനക്ക് എന്നങ്ങോട്ട് പറഞ്ഞതോട് കൂടിയിട്ട് ഇപ്പോൾ കൈകേയിക്ക് എന്താ ചെയ്യേണ്ടത് നിശ്ചയമില്ലാതായിത്രേ. കൈകേയി ചോദിച്ചു മന്ധരയോട്, ഞാൻ എന്താ ചെയ്യാം? ഒരു പ്രയാസമില്ല, ഞാൻ പറഞ്ഞത്രേ, നമുക്കിതാ പണ്ട് 2 വരം തന്നിട്ടുണ്ടായിരുന്നില്ലേ, ഇപ്പം പോയിട്ട് ചോദിച്ചു പറഞ്ഞത്രേ. അല്ലേ, ആലോചിച്ച് നോക്കൂ, തൻ്റെ ഭർത്താവായിരിക്കുന്ന ദശരഥ മഹാരാജാവ് തനിക്ക് തന്നതായ ഈ വരത്തിൻ്റെ കഥ ഈ കൈകേയിക്ക് മന്ധരയോട് പറയേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടോ? അല്ലേ, ഭർത്താവ് തന്നോട് പറഞ്ഞത് മുഴുവനും ഇങ്ങനെ ഭാര്യമാർ വരുന്ന ആൾക്കാരോടൊക്കെ അങ്ങനെ പറഞ്ഞു നടക്കുക, എല്ലാ ആൾക്കാരോടും. ഇതിങ്ങനെ അങ്ങനെ പറയാൻ പാടില്ല, ചില കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് പറയാൻ തന്നെ പാടില്ല എന്ന് പറയും. അല്ലേ, ഇതൊക്കെ കാര്യങ്ങളാണ് പറയാൻ പാടില്ലാത്തത്. അല്ലേ, പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്, അത് പറയാനായിട്ട് ഇതാ പാടില്ല. മന്ത്ര ഔഷധ സിദ്ധയ, ഇതൊന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നത്. ആയു വിത്തം ഗൃഹഛിദ്രം മന്ത്ര ഔഷധ സിദ്ധയ. ആയുസ് എത്ര വയസ്സായി ചോദിച്ചാൽ അറിവുള്ള ആൾക്കാർ വയസ്സ് പറയില്ല. എത്ര വയസ്സായെന്ന് പറയാനും പാടില്ല. ആരെങ്കിലും പറയില്ല, സ്വന്തം വയസ്സ് കൃത്യമായിട്ടുള്ള വയസ്സാരെങ്കിലും പറയും, അതൊന്നും ആരും പറയില്ല. അല്ലെങ്കിൽ വയസ്സ് പറയാൻ പാടില്ല. വിത്തം കിട്ടുന്നതായിരിക്കുന്ന ശമ്പളം എത്രയാണെന്ന് കൃത്യമായിട്ട് ആൾക്കാർ പറയില്ല. ഗൃഹഛിദ്രം തൻ്റെ വീട്ടിലുള്ളതായിരിക്കുന്ന ഛിദ്രങ്ങളല്ലേ, ഏത് വലിയ വീടാണെച്ചാലും ഏത് കൊട്ടാരാണെച്ചാലും അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും, എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അടിപിടിയൊക്കെ ഉണ്ടാവും. ഇതിങ്ങനെ വീട്ടിലേക്ക് വരുന്ന ആൾക്കാരോടൊക്കെ അങ്ങനെ പാല് കൊണ്ടുവരാൻ വരുന്ന ആളെ വിളിച്ചിരുത്തി കണ്ടില്ല എന്നാലും ഉണ്ടായിട്ടോ അടിപിടികളെ എന്നും ഇങ്ങനെ തന്നെ, എന്നും ഇങ്ങനെ അല്ലേ. ഇങ്ങനെ വീട്ടിലേക്ക് വരുന്ന ആൾക്കാരോട് പറയാൻ പാടില്ല. ആ വീട്ടിൽ എന്തൊക്കെ അല്ലേ, ഭാര്യ ഭർത്താക്കന്മാർ എന്തൊക്കെ പറയണു, വീട്ടിൽ എന്തൊക്കെ ഉണ്ടാവും, കുട്ടികളായിട്ടൊക്കെ എന്തൊക്കെ ഉണ്ടാവില്ലേ, ഇതൊങ്ങനെ മറ്റുള്ളവരോട് പറയാനായിട്ട് പാടില്ല. ഗൃഹഛിദ്രം മന്ത്രം, ഓരോരോ ആളുകളും ജപിക്കുന്നതായ മന്ത്രം ഉണ്ടായിരുന്നു. ആ മന്ത്രം എന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ളവരോട് പറയാൻ പാടില്ല. ഞാൻ എത്ര മന്ത്രം ജപിക്കാറുണ്ട്, ഹരേ രാമ 1008 എന്നും ജപിക്കാറുണ്ട്, എന്നും ജപിക്കാറുണ്ട് കേട്ടോ. ഞാൻ കൃത്യമായിട്ടത് ഇങ്ങനെ വരുന്ന ആൾക്കാരെടുത്ത് ഇങ്ങനെ പറയാനായിട്ട് പാടില്ല. അത് അവർ ജപിച്ചാൽ മതി അല്ലേ, അല്ലാതെ മറ്റുള്ളവർ കാണുക ഇങ്ങനെ ജപിക്കുക അതും പാടില്ല അല്ലേ. അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മളത് ജപിക്കേണ്ടതാണ്, അത് നമ്മൾ ജപിക്കാന്നല്ലാതെ മറ്റുള്ളവരെ കാണിക്കാനാവാൻ പാടില്ല, മറ്റുള്ളവരോട് പറയാൻ പാടില്ല. ഔഷധ, അതേപോലെ കഴിക്കുന്നതായിരിക്കുന്ന മരുന്ന്, സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്നുണ്ടായിരിക്കും ചിലപ്പോൾ. സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്ന് എന്ത് ചെയ്യാൻ പാടില്ല, വരുന്ന ആൾക്കാരോട് ഇങ്ങനെ പറയാം, മറ്റുള്ളവരോട് പറയാൻ പാടില്ല. അറിയില്ലേ, ഞാൻ സ്ഥിരമായിട്ട് പ്രാന്തന് മരുന്ന് കഴിക്കാറുണ്ട് കേട്ടോ, അത് പ്രാന്തന് സ്ഥിരമായിട്ട് കഴിക്കാറുണ്ട്, ഇയാൾ കഴിച്ചാൽ മതി, വരുന്ന ആൾക്കാരോട് പറയണല്ലേ. ഇങ്ങനെ ഔഷധ സിദ്ധയ, സിദ്ധികൾ അവരവർക്കുള്ള സിദ്ധി, അതും മറ്റുള്ളവരോട് പറയാൻ പാടില്ല. ഇങ്ങനെ ഭർത്താവ് പറഞ്ഞ കാര്യം എന്തിനെപ്പോ കൈകേയി മന്ധരയോട് പറഞ്ഞത്, അതുകൊണ്ടല്ലേ എന്തൊക്കെ അപകടങ്ങളാണ് ഉണ്ടാവുന്നത് അല്ലേ. അങ്ങനെ കൈകേയി വന്ന ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു, അങ്ങ് പണ്ട് തന്നതായിരിക്കുന്ന 2 വരം. എന്താണ് വരം? എനിക്കിപ്പോൾ എന്താ വേണ്ടത്? ഒന്ന്, എൻ്റെ പുത്രനായിരിക്കുന്ന ഭരതൻ രാജാവായിട്ടതാ മാറണം. രണ്ടാമത്തത്, രാമൻ 14 വർഷം കാട്ടിലേക്കതാ യാത്രയാവണം. അയ്യോ, നീ ആദ്യം പറഞ്ഞത് ഞാൻ വേണച്ചാൽ സാധിപ്പിച്ചു തരാം. രണ്ടാമത്തത്, എനിക്കിതാ സഹിക്കില്ല കേട്ടോ, ആ രാമനെ വിട്ട് പിരിഞ്ഞിരിക്കാൻ എനിക്കിതാ സഹിക്കില്ല എന്ന് പറഞ്ഞ കരഞ്ഞ് ആ ദശരഥ മഹാരാജാവ് അവിടെ നിന്ന് രാമചന്ദ്ര പ്രഭു പറഞ്ഞു, അച്ഛൻ എന്താ വിചാരിച്ചത്? ഞാനേ കാട്ടിലെ രാജാവായിട്ടത്, കാട്ടിലുള്ള ആളുകൾക്ക് വേണ്ടതായ കാര്യങ്ങൾ മുഴുവനും ചെയ്തു കൊടുത്തുകൊണ്ടത്, അച്ഛന് വേണ്ട കാര്യങ്ങളതാ ചെയ്തിരുന്നു പറഞ്ഞ ദുർവർത്തേത്യക്തരാജ്യോ വ്യജരതനുവനം പത്മപദ്ഭ്യാം പ്രിയായ
പാണിസ്പരിശാക്ഷമാഭ്യം. സീതാദേവിയോട് കൂടിയിട്ട് ലക്ഷ്മണനോട് കൂടിയിട്ട് യാത്രയാവുന്നതോടുകൂടി അവിടെ ഇരുന്ന സുമിത്ര വന്ന് ആ ലക്ഷ്മണനോട് ഇതാ പറഞ്ഞു, രാമം ദശരഥം വിദ്ധി മാം വിദ്ധി. ഇവിടെ സാക്ഷാൽ ഭഗവാനെ അച്ഛനായിട്ട് ഇതാ കാണാൻ വേണ്ടിയിട്ട് ഇതാ ഗംഭീരമായിരിക്കുന്ന ഉപദേശം. രാമായണം ചരിത്രം മാരീചന്റെ അതിഗംഭീരമായിരിക്കുന്ന ഉപദേശം. രാമോ വിഗ്രഹവാൻ ധർമ്മ. രാമൻ എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന്റെ വിഗ്രഹമാണ് ഇതാ രാമചന്ദ്ര പ്രഭു. അതുകൊണ്ട് ആ രാമനെ നടക്കുക എതിരിടാനായിട്ട് ഇതാ സാധിക്കില്ല. രാവണ ആരാ പറഞ്ഞു കൊടുക്കുന്നത്? മാരീചനാണ് രാവണന് അതിഗംഭീരമായിട്ടുള്ള ഉപദേശത കൊടുക്കുന്നത്. നീ വിചാരിക്കുന്നത് പോലെ ഒരാളല്ല സാക്ഷാൽ ഭഗവാൻ. അങ്ങനെ ഭഗവാനായിട്ടുള്ള ആ ഭഗവാൻ രാമചന്ദ്ര പ്രഭു ഇപ്പോൾ രാവണനായിട്ടുള്ള യുദ്ധം ഹനുമാൻ സ്വാമിയുടെ പാദങ്ങൾ ഇതാ വീണ്ടും നമസ്കരിച്ചുകൊണ്ട് പിന്നീടാണ് പരശുരാമസ്വാമിയുടെ ചരിത്രത വർണ്ണിക്കുന്നത്. അങ്ങനെ ബലരാമസ്വാമിയുടെ അടുത്തതാ എത്തിച്ചേർന്ന് നവമസ്കന്ധം പറഞ്ഞ് സമർപ്പിച്ച് ഇനി ദശമസ്കന്ധത്തിലെ കഥകൾ ഭഗവാന്റെ ആ അതിമനോഹരമായിരിക്കുന്ന കൃഷ്ണ ലീലകളാണ് നമുക്ക് പാരായണം ചെയ്യാനായിട്ടതാ ഉള്ളത്. ഈ കൃഷ്ണ കഥകളെ പാരായണം ചെയ്യുന്ന സമയത്ത് ഭഗവാന്റെ മുന്നിലേക്ക് ഭഗവാനോട് കൂടിയിട്ട് എല്ലാവർക്കും ഇതായിപ്പോൾ എത്തിച്ചേരാവുന്നതാണ് എന്ന് അറിയിക്കുന്നു. കൃഷ്ണ വിഗ്രഹമൊക്കെ എടുത്ത് നമ്മളെ സപ്താഹ മണ്ഡപത്തിന് മുന്നിൽ നിന്ന് ഒരു പ്രദക്ഷിണമായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യാം, സപ്താഹ മണ്ഡപത്തിന് മുന്നിലേക്ക് 2 അധ്യായം പാരായണം ചെയ്യാനുണ്ട്. ഈ സമയത്ത് ഇവിടെ എത്തിച്ചേരാവുന്നതാണെന്ന് എല്ലാവർക്കും പറയുന്നു. പല ആളുകളും ഭഗവാന്റെ മുന്നിൽ ഇവിടെ കൽക്കണ്ടം, മുന്തിരി, പഴം ഇതൊക്കെ സമർപ്പിക്കുവാനായി അവിടെ റെസീറ്റ് ആക്കിയിട്ടുണ്ട്. അതിനൊക്കെ വേണ്ട സാധനങ്ങൾ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ പാടെ കയ്യിലേക്ക് എടുത്ത് ഒരു വരിയായിട്ട് മാത്രം മണ്ഡപത്തിന് മുന്നിലേക്ക് പ്രദക്ഷിണായിട്ട് ഇതാ വരേണ്ടതാണെന്ന് അറിയിക്കുന്നു. 2 അധ്യായം പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ഭഗവാന്റെ മുന്നിൽ നിവേദ്യങ്ങളൊക്കെ കൊണ്ടുവന്ന് സമർപ്പിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം.